കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല ലോകത്ത്. നിങ്ങൾ കുട്ടികളോട് ഒരു കഥ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു നോക്കൂ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടാന്ന് ഒരു കുട്ടിയും പറയില്ല. ആ കുട്ടി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആക്റ്റീവായിട്ടുണ്ട്. ആ കുട്ടി ഒരിക്കലും മരിച്ചു പോകുന്നില്ല. കഥ കേൾക്കാൻ ഇഷ്ടമുള്ള കുട്ടി, കഥകളോട് കൗതുകമുള്ള കുട്ടി, കഥകളിൽ അഭിരമിക്കുന്ന ഒരു കുഞ്ഞ് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ എല്ലാ കാലത്തും ഉള്ളതുകൊണ്ടാണ് ഇവിടെ യൂട്യൂബും ഇൻസ്റ്റഗ്രാമിൽ റീലുകളും OTT പ്ലാറ്റ്ഫോംസും നോവലുകളും കഥകളും സീരിയലുകളും സീരീസും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മളെല്ലാവരും സ്റ്റോറി ടെല്ലേഴ്സാണ്. അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക്, ഇന്ന് രാവിലെ ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഒരു ആക്സിഡൻറ്റ് കണ്ടു, ഒരാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഥ പറഞ്ഞ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് മേക്സ് എ ഗ്രേറ്റ് സ്റ്റോറി? കഥ നമ്മളുടെ ജീവിതത്തിന് ഏതോ ഒരു തരത്തിൽ അർത്ഥവും സൗന്ദര്യവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കഥ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, വൈ ഡു യു വാണ്ട് ടു വാച്ച് എ മൂവി? വൈ ഡു യു വാണ്ട് ടു റീഡ് എ പോം? വൈ ഡു യു വാണ്ട് ടു റീഡ് എ നോവൽ? അല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്ത ഒരു കഥ, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് സെഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈ ഡു യു വാണ്ട് ടു ഗോ ദേർ? ബേസിക്കലി നമ്മൾ ഒരു കഥ കേൾക്കാൻ വേണ്ടി പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ വെറുതെ എവറിത്തിങ് ഈസ് എ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഥയുടെ പ്രത്യേക ഫോമിലോ വരുന്നത് മാത്രമല്ല, എവറിത്തിങ് ഈസ് എ നരേറ്റീവ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ഇതൊക്കെ സ്റ്റോറിയാണ്. സോ ഐ ലുക്ക് അറ്റ് ദ ലൈഫ് ഓഫ് ഹ്യൂമാനിറ്റി. ഐ ലുക്ക് അറ്റ് ദ ലൈഫ് ഓഫ് വെൻ വി സേ ലൈഫ് ഓഫ് ഹ്യൂമാനിറ്റി, വി മീൻ ഒരു ട്രാൻസ്ജനറേഷണലായ, ഒരു ട്രാൻസ് കൾച്ചറലായ, എല്ലാത്തിനെയും അതിജയിച്ചു പോകുന്ന, ട്രാൻസെൻഡൻ്റായ, ട്രാൻസിയൻ്റായ, എവർ ചേഞ്ചിങ് ആയ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് കൺഫൈൻ ചെയ്ത് ഒരു പെർട്ടിക്കുലർ കൾച്ചറിൻ്റെ അകത്തോ, ഒരു പെർട്ടിക്കുലർ ജനറേഷൻ്റെ സെൻസിബിലിറ്റിക്കകത്തോ, ഒരു പെർട്ടിക്കുലർ പീപ്പിളിൻ്റെ ഫിലോസോഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അകത്തോ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിലിജിയൻ്റെ ഫ്രെയിം വർക്കിനകത്തോ ഒന്നും നമുക്ക് കൺഫൈൻ ചെയ്ത് വെക്കാൻ പറ്റാതെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന, വാക്കുകൾ കൊണ്ട് നമുക്ക് നിർവചിക്കാനാവാത്ത ജീവിതത്തിൻ്റെ മഹാരഹസ്യങ്ങളെ, ജീവിതത്തിൻ്റെ മഹാനിഗൂഢതകളെ നമുക്ക് അറിയണം എന്ന് തോന്നുന്നു. അങ്ങനെ അറിയാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്തെല്ലാ ഫിലോസഫിയും ഉണ്ടാകുന്നത്, ലോകത്തെല്ലാ റിലിജിയനും ഉണ്ടാകുന്നത്. അപ്പോൾ ജീവിതം ഓർഡിനറി ആയ ഒന്നല്ല എന്നും, എവ്രി മൊമെൻ്റ് ഇസ് എക്സ്ട്രാ ഓർഡിനറി എന്നും, എവ്രി ഡേ ഈസ് എ മിറാക്കിൾ എന്നും, എവ്രി ലൈഫ് ഈസ് എ പോസിബിലിറ്റി എന്നും, അതിൻ്റെ ഓരോ ദിവസവും ഒരു പോസിബിലിറ്റി ആണെന്നും നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നമുക്ക് പക്ഷേ അതിൻ്റെ ബ്യൂട്ടിയുടെയും മീനിങ്ങിൻ്റെയും ലെയേഴ്സ് അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ട് ഈസ് എൻ അറ്റംപ്റ്റ് ടു ആഡ് ബ്യൂട്ടി ആൻഡ് മീനിങ് ടു ലൈഫ്. പിക്കാസോ പറയുന്നുണ്ട്, ആർട്ട് ഈസ് എ ബ്യൂട്ടിഫുൾ ലൈഫ് വിതൗട്ട് വിച്ച് യു വിൽ നോട്ട് മേക്ക് സെൻസ് ഓഫ് ദ ട്രൂത്ത്. You will not be able to understand the truth. It's a beautiful lie. It's not a fact. നമ്മളൊരു കഥ പറയുന്ന സമയത്ത് ലൈഫിനെ അങ്ങനെ തന്നെ പകർത്തല്ല ചെയ്യുന്നത്. ആളുകൾ ഈ തെറ്റിദ്ധാരണയിൽ അകപ്പെടാറുണ്ട്. പ്രത്യേകിച്ചും യങ് റൈറ്റേഴ്സ്, യങ് സ്റ്റോറി ടെല്ലേഴ്സ്. അവർ വന്നിട്ട് നല്ല കഥയൊക്കെ എഴുതിയിട്ട് കൊണ്ടുവന്നിട്ട് പറയും, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണെന്ന് പറയും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ് എന്നത് ഡസൻ ക്വാളിഫൈ ടു മേക്ക് ഇറ്റ് എ ഗുഡ് സ്റ്റോറി നെസസറിലി. കാരണം ഇതേ കാര്യം വേറെ ആളുകളുടെ ജീവിതത്തിൽ ഇതിനു മുമ്പേ സംഭവിച്ചിട്ടുണ്ടാകും, അവരത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും, അവരത് എഴുതി കഴിഞ്ഞിട്ടുണ്ടാകും. ദാറ്റ് മീൻസ് ദിസ് ഇസ് എൻ ഒബ്സലീറ്റ് സ്റ്റോറി. ദാറ്റ് മീൻസ് ദിസ് ഇസ് എ ക്ലീഷേഡ് സ്റ്റോറി. ദിസ് ഹാസ് ആൾറെഡി ബീൻ ടോൾഡ്. അപ്പോൾ ബേസിക്കലി ദിസ് ഇസ് ദ ഫിലോസോഫിക്കൽ ഫ്രെയിം വർക്ക് ഓർ ഫിലോസോഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഓൾ സ്റ്റോറി ടെല്ലിംഗ് ഇൻ ദിസ് വേൾഡ്, ദാറ്റ് വി വാണ്ട് ടു മേക്ക് സെൻസ് ഓഫ് ലൈഫ്. അപ്പോൾ ജീവിതത്തിനെ കുറിച്ച് അർത്ഥമുള്ളതാക്കി തീർക്കാൻ നമ്മൾക്ക് കഥകൾ കൊണ്ടേ പറ്റുള്ളൂ. കഥകളൊക്കെ മെറ്റഫറാണ്. Basically, there is a philosophical saying that one of the problems with religious people is that they take metaphors in literal sense, and that is the same issue with the atheist as well. They take metaphors in the literal sense and they deny it. So when religion talks about heaven, I'm a religious person, I'm not saying against it, but when religion talks about heaven, it's a story.
So you take it in the literal sense. When you take it in the literal sense, then you argue for that. And the atheists also do the same thing. They take it in the literal sense and they argue against it. So basically, if you are able to see the metaphorical beauty of it, then you understand the story of it. Then you get into it. Then you get the soul of it. You get the spirit of it. So that is where the story of Laila and Majnu becomes a beautiful story. That is where all great stories become great stories, because they have metaphorical meanings in that. അതിനെ നമ്മൾ ലിറ്ററലായിട്ട് അക്ഷരാർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അതിന് അത്ര രസം ഉണ്ടാവില്ല. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ സത്യത്തിൽ all words in all languages are metaphors. ഒരു വാക്കിന് ഒരു ഡിനോട്ടേറ്റീവായ ഒരു മീനിങ് ഉണ്ടാവും, നമ്മൾ ഡിക്ഷണറി മീനിങ് എന്ന് പറയും. ഒരു കൊണോട്ടേറ്റീവ് ആയിട്ടുള്ള മീനിങ് ഉണ്ടാവും, നമ്മൾ കോണ്ടെക്സ്റ്റിൽ നിന്ന് കൊണോട്ട് ചെയ്തുണ്ടാക്കുന്ന, ഇൻ്റർപ്രറ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരർത്ഥം ഉണ്ടാവും. അപ്പോൾ ഈ മെറ്റഫേഴ്സിലാണ് ഒരു ജനതയുടെ ഫിലോസഫി കിടക്കുന്നത്, ഒരു ജനതയുടെ ജീവിതത്തിനെ കുറിച്ചുള്ള മനസ്സിലാക്കൽ കിടക്കുന്നത് ആ ജനത ഉപയോഗിക്കുന്ന മെറ്റഫേഴ്സിലാണ്. അപ്പോൾ നമ്മൾക്ക് പറക്കും തളിക എന്ന് പറയുന്ന ഒരു മെറ്റഫർ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. യക്ഷി എന്ന് പറയുന്ന ഇല്ലാത്ത ഒരു കഥാപാത്രത്തിനെ നമുക്ക് സൃഷ്ടിക്കേണ്ടതായിട്ട് വരും. യക്ഷി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഇല്ല, പക്ഷെ നമുക്ക് അതിനെ സൃഷ്ടിക്കേണ്ടതായിട്ട് വരും. മത്സ്യകന്യക എന്ന് പറയുന്ന അങ്ങനെയൊന്നുമില്ല, പക്ഷേ ദീർഘകാലമായി കരയിൽ നിന്ന് അകന്നു നിൽക്കുന്ന മെയിൽ സെയിലേഴ്സിന് അവരുടെ ഫാൻറ്റസിയിൽ അങ്ങനെ ഒരു കഥാപാത്രത്തിനെ സൃഷ്ടിക്കേണ്ടതായിട്ട് വരും. പറക്കും കുതിരകളെ, യൂണിക്കോൺസിനെ, ഒറ്റക്കൊമ്പുള്ള കുതിരകളെ സൃഷ്ടിക്കേണ്ടതായിട്ട് വരും. അത് സിന്ദ്ബാദിൻ്റെ സെയിലിംഗ് തൊട്ട്, ആലിബാബയുടെ കള്ളന്മാർ തൊട്ട്, അലാവുദ്ദീൻ്റെ അടുത്തുനിന്ന് പുറത്ത് ചാടുന്ന ഭൂതത്തിൻ്റെ അത്ഭുത സിദ്ധികൾ തൊട്ട്, ആലീസ് വീഴുന്ന ഒരു വണ്ടർലാൻഡ് തൊട്ട്, അതിനൊരു എൻഡുമില്ല. അത് ജെ.കെ. റൗളിങ്ങിൻ്റെ ഹാരി പോട്ടറിൽ ഈ കുതിരപ്പുറത്ത് ചൂലെടുത്തിട്ട് യുദ്ധം നിങ്ങൾ കണ്ടിട്ട് വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി പറന്നു പോകുന്ന പരവതാനികൾ ലോകത്തുണ്ടാവും. അപ്പോൾ ഇതിനകത്തൊക്കെ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണവന്മാരും കാരണത്തിമാരും കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നതിനെ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും. കഥയിൽ ചോദ്യമൊന്നുമില്ല. ഇതിന് ലിറ്റററി തിയറിയിൽ വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറയും. അതായത് until and unless you willingly suspend your disbelief, your ability to question, your ability to doubt, you can't enter a story world. അപ്പോൾ ഒരു സ്റ്റോറി വേൾഡിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ലോജിക്കിനെ ചെരുപ്പിൻ്റെ കൂടെ പുറത്ത് ഊരിയിടണം. ലോജിക്കിനെ ഊരിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാജിക്കിൻ്റെ വേൾഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ മാജിക് വേൾഡ്. എവറി സ്റ്റോറി വേൾഡ് ഇസ് എ വേൾഡ് ഓഫ് മാജിക്. അപ്പോൾ നമുക്ക് ഈ കഥാപാത്രങ്ങളെ, മിത്തുകളെ ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ മെമ്മറീസ് ഉള്ള ഒരു ജീവിയാണ് എന്നുള്ളതുകൊണ്ടാണ്. മെമ്മറീസിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു കാര്യമാണ് ഡ്രീം എന്ന് പറയുന്നത്. അതായത് ഡ്രീം, മെമ്മറി, സ്റ്റോറി, ഇത് മൂന്നും മനുഷ്യൻ്റെ കൂടെ ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണ്. അതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഡ്രീം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, മെമ്മറി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കെല്ലാവർക്കും മെമ്മറി ഉണ്ട്, പക്ഷേ യു ഡോണ്ട് റിമെമ്പർ എവറിത്തിങ് ദാറ്റ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. Certain things you remember and certain things you forget, right? Certain things you retain. And do you actually have any control over that? You actually don't have. Most of the times you don't have. So then what is this idea of remembering something? നിങ്ങളുടെ പാസ്റ്റിലുള്ള, നിങ്ങളുടെ കുട്ടിക്കാലത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺഷ്യസ് എഫേർട്ട് എടുത്തിട്ട് ചില കാര്യങ്ങളൊക്കെ ഓർക്കാം. പക്ഷേ അങ്ങനെ എഫേർട്ടൊന്നും ഇടാതെ ഒരു എക്സ്ട്രാ സെൻസറി കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇൻസ്റ്റൻ്റ്ലി ചില കാര്യങ്ങൾ യു ഗെറ്റ് റിമൈൻഡഡ് ഓഫ് certain things. Certain things trigger certain memories, certain tastes, certain smells, certain sights, certain sounds. So how does it happen? ഇപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഥ ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇതിനൊക്കെ ഉള്ള ഡ്രീംസിലും മെമ്മറിയിലുമുള്ള ഒരു ലോജിക്കില്ലായ്മ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാജിക്കാലിറ്റി, അതിൻ്റെ ഒരു എന്താ പറയുക, സോളുമായിട്ടുള്ള അതിനുള്ള ഒരു ബന്ധം, അതായത് ആത്മാവുമായിട്ട്, ഇഫ് യു ബിലീവ് ഇൻ ദ ഐഡിയ ഓഫ് സോൾ,
ആത്മാവുമായിട്ട് അതിനുള്ള ഒരു ബന്ധം നമുക്ക് ഫിലോസഫിക്കലി സ്പിരിച്വലി കഥയിലും കാണാൻ പറ്റും. അപ്പോൾ കഥയുടെ ഭാഷയിലും പ്രത്യേകിച്ചും കഥയുടെ വിഷ്വൽ ലാംഗ്വേജിനകത്തും സ്വപ്നത്തിൻ്റെയും മെമ്മറിയുടെയും ലാംഗ്വേജിനെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും കുറേ സാമ്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ സ്വപ്നത്തിൻ്റെ ലാംഗ്വേജ്, ഐ ഡോണ്ട് നോ ഇഫ് എനിബഡി ഓഫ് യു ഡസ് ഡ്രീം ജേർണലിംഗ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ട്രൈ ഡൂയിങ് ഇറ്റ്. ഡ്രീംസിൻ്റെ ഒരു ലാംഗ്വേജ്, ഡ്രീംസിൽ എന്താണ് സംഭവിക്കുന്നത്, ഹൗ ഡു ഡ്രീംസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ് എന്നുള്ള കാര്യത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലാംഗ്വേജിന് നമ്മളുടെ ടിപ്പിക്കലായിട്ടുള്ള വിഷ്വൽ ലാംഗ്വേജിൻ്റെ ഒരു ഷോട്ട് ബൈ ഷോട്ട് ട്രഡീഷനെ അത് ഭയങ്കരമായിട്ട് ക്രോസ് ചെയ്ത് പോകുന്നതും എന്നാലും അത് നമ്മളവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊരു ഫിലിം ഫെസ്റ്റിവലാണല്ലോ, അപ്പോൾ വിഷ്വൽ ലാംഗ്വേജിന് ഒരു ഗ്രാമറുണ്ട്. ആ വിഷ്വൽ ലാംഗ്വേജിൻ്റെ ആ ഗ്രാമറിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ സ്റ്റോറി ടെല്ലേഴ്സും ഒരു കഥ പറയണത്, വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് ചെയ്യണത്. പക്ഷേ ഡ്രീമിൽ സംടൈംസ് ഇറ്റ്സ് വെരി ഒബ്സ്ക്യൂർ, സംടൈംസ് ഇറ്റ്സ് വെരി ഒക്കൾട്ട് ഈവൻ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പിടിതരാത്ത ഒരു ലിംഗ്വിസ്റ്റിക് ആയ ആസ്പെക്റ്റ്, ഒരു ഗ്രമാറ്റിക്കലായ ആസ്പെക്റ്റ് സ്വപ്നത്തിന് ഉണ്ട് എന്ന് കാണാൻ പറ്റും. മെമ്മറിക്കും അതുണ്ട്. മെമ്മറീനെ അനലൈസ് ചെയ്ത് നോക്കുകയാണ്. ആം ഐ മേക്കിംഗ് സെൻസ് ടു യു? ഓക്കെ. അപ്പോൾ ഐ ഡോണ്ട് നോ ഇഫ് ദിസ് ഇസ് ഗെറ്റിംഗ് ടു മച്ച് ഫിലോസോഫിക്കൽ. അപ്പോൾ പിന്നെ ബേസിക്കലി വാട്ട് ഐ എം ട്രൈങ് ടു കം ടു ഇസ് ദ ഐഡിയ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. നമുക്ക് ബിക്കോസ് വി ഹാവ് മെമ്മറീസ് വിത്ത് അസ്, വി ക്യാരി മെമ്മറീസ് വിത്ത് അസ്, ബിക്കോസ് we are somebody who dream when we sleep, helplessly we tell stories. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പിന്നെ സ്റ്റോറി ടെല്ലിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റോറി ടെൽ ചെയ്യാൻ ഇനി ആളുകൾ വേണമെന്നില്ല, ഇതിനോട് പറഞ്ഞു കൊടുത്താൽ മതി, അതെന്നെ സ്റ്റോറി പറയും. പക്ഷേ പിന്നെ നമുക്കെന്താണ് ഇനി പണി ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രീം കാണുകയും മെമ്മറി റീറ്റെയിൻ ചെയ്യുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യന്മാരായതുകൊണ്ട്, പിന്നെ അല്ലെങ്കിൽ പ്രേമിക്കുന്ന മനുഷ്യന്മാരായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ കഥ പറച്ചിലിൻ്റെ ഒരു സാധ്യത, ശരി ഒറിജിനലായ ഓർഗാനിക്കായ സ്പോണ്ടേനിയസ് ആയ കഥകൾ പറയുന്ന സാധ്യത എല്ലാ കാലത്തും ബാക്കിയാണ്. അപ്പം മനുഷ്യൻ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന കഥകളാണ്. ഒരു കമ്മ്യൂണിറ്റീനെ ഡിഫൈൻ ചെയ്യണത് സോഷ്യോളജിക്കലി കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ടാവും. പക്ഷേ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ പെർസ്പെക്റ്റീവിൽ, ഒരു സ്റ്റോറി ടെല്ലറുടെ പെർസ്പെക്റ്റീവിൽ എ കമ്മ്യൂണിറ്റി ഈസ് ദ സ്റ്റോറീസ് ദാറ്റ് ദേ ഷെയർ. മലയാളീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? വി ഷെയർ സർട്ടൻ സ്റ്റോറീസ്, ദാറ്റ്സ് വൈ വി ബിക്കം മലയാളീസ്. സോ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ഒരിക്കലും ആക്സസ് ചെയ്യാനാവാത്ത സർട്ടൻ സ്റ്റോറീസ് യു ഷെയർ. So that makes you a community which a male can never access. He may be able to watch it from a distance, but he cannot experience it, he cannot access it. Same is the case with males also. Appo what makes you a male community is there are certain stories that only you share, only you know, only you get fully into it. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ മൈഗ്രൻ്റ് ലേബറേഴ്സിനെ ഒരു സ്റ്റോറി ആക്കുന്ന, ഒരു കമ്മ്യൂണിറ്റി ആക്കുന്നത് എന്താണ്? there are certain stories that they only know, they only share. നമ്മൾ ഈ സ്റ്റോറി എന്ന് പറയുന്നതിന് നിങ്ങൾ കഥ എന്നുള്ളൊരു ലിറ്ററലായ അർത്ഥത്തിൽ എടുക്കരുത്, നരേറ്റീവ്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏത് ജനതയെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? there are certain stories that they share, only they understand, only they are into it. വാരിയസ് ആസ്പെക്ട്സ്, മേജർ പാർട്ട് ഇസ് ഇമോഷൻ. ഒരു കഥയിലേക്ക് നമ്മൾ വരുന്ന കഥയുടെ എലിമെൻസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഇമോഷണൽ പാർട്ട് നമ്മൾ നോക്കും. അപ്പോൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നത് അവർ കഥകൾ ഷെയർ ചെയ്യുമ്പോഴാണ്. നിങ്ങൾ ആളുകളുമായിട്ട് ബോണ്ട് ചെയ്യുന്നത് കഥ ഷെയർ ചെയ്യുമ്പോഴാണ്. കഥ എന്ന് പറയുന്നതിനെ എഗെയിൻ ലിറ്ററൽ ആയിട്ട് എടുക്കരുത്, ഏതെങ്കിലും തരത്തിലുള്ള നരേറ്റീവ്. അപ്പോൾ വെൻ യു കം ഫ്രം എ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ or a particular institution, that means there are certain stories that you come up with. When you come from a particular place or a particular community, you're carrying stories of that place, of that community. And you will be able to connect with somebody from the same community very easily because that person also shares the same story. You are able to connect with someone with
someone who shares the same story. അതുകൊണ്ടാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളുമായിട്ട് പെട്ടെന്ന് കണക്റ്റഡ് ആവുന്നത്. ഇപ്പോൾ ഒരു ട്രാൻസ് പേഴ്സൺ വേറൊരു ട്രാൻസ് പേഴ്സണുമായിട്ട് പെട്ടെന്ന് കണക്റ്റഡ് ആവും. കാരണം ദർ ആർ സർട്ടൻ സ്റ്റോറീസ് ദാറ്റ് ദേ ഷെയർ. ഇൻറ്റൻസ് സ്റ്റോറീസ് ആണ്, അത് ഭയങ്കര പ്രൊഫൗണ്ട് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ്, ഇൻറ്റിമേറ്റ് സ്റ്റോറീസ് ആണ്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ആളുകൾക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥകളുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഈ കൺഫൈൻമെൻറ്റ്സിനെ, കൾച്ചറൽ കൺഫൈൻമെൻറ്റ്സിനെ പുഷ് ചെയ്തിട്ട് എല്ലാവർക്കും ആക്സസിബിൾ ആയ കഥകളാക്കിയിട്ട് അതിനെ മാറ്റാനാണ് നമ്മൾ നോക്കുക. ദാറ്റ്സ് ഹൗ ബുദ്ധ ബിക്കംസ് എ യൂണിവേഴ്സൽ സ്റ്റോറി. That's how Jesus becomes a universal story. One of the problems with Prophet Muhammad is that he has not become a universal story. So Muslims own it. It should not be like that. Jesus is a universal story. Buddha is a universal story. Prophet can also be a universal story. അപ്പോൾ basically ആ ബൗണ്ടറിനെ പുഷ് ചെയ്യുമ്പോൾ when it becomes a universal story, then people get access into it. People are fascinated by it. People get attracted to it. അപ്പോൾ സ്റ്റോറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂഡിത്ത് ലിബർമാൻ, this French wonderful storyteller, she's currently in Istanbul. She tells, if you want to change the world, change the stories people listen to. അപ്പോൾ നമുക്ക് ഈ ലോകത്തെ മാറ്റണമെങ്കിൽ ആളുകൾ കേൾക്കുന്ന കഥകൾ മാറ്റിയാൽ മതി. അപ്പോൾ നിങ്ങൾ സബ്ജുഗേറ്റഡ് ആയ സ്ലേവായ ഒരു പ്രിൻസസിൻ്റെ കഥ നിങ്ങളുടെ അനിയത്തിക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൾ സബ്ജുഗേറ്റഡ് ആയ ഒരു പ്രിൻസസിൻ്റെ കോൺഷ്യസ്നെസ്സിലാണ് വളരുന്നത്. ലിബറേറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ, വാരിയറായ ഒരു പെൺകുട്ടിയുടെ കഥയാണ് അവൾ കേൾക്കുന്നതെങ്കിൽ അവൾ ആ ഫൈറ്റിംഗ് സ്പിരിറ്റിലാണ് അവൾ വളരുന്നത്. ഇതൊരു സിംപ്ലിസ്റ്റിക് ആയ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് കഥയാണ് ഈ ലോകത്തിനെ കേൾപ്പിക്കേണ്ടത് എന്ന് എല്ലാ സ്റ്റോറി ടെല്ലറും തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ എ സ്റ്റോറി ബേസിക്കലി നേരത്തെ നിങ്ങൾ പല രീതിയിൽ പറഞ്ഞതുപോലെ എവറി സ്റ്റോറി ഇനെവിറ്റബിളി ഹാസ് എ ഫിലോസഫി. നമ്മളതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ എലിമെൻസിൽ നമ്മളതിൻ്റെ തീം അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയും. പ്ലോട്ട് ഇസ് ഡിഫറെൻറ്റ് ഫ്രം എ സ്റ്റോറി ഇസ് ഡിഫറെൻറ്റ് ഫ്രം എ തീം. ഇതിനൊക്കെ ടെക്നിക്കലി ഡിഫറൻസസ് ഉണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് വി ക്യാൻ ഗോ ഇൻ ടു ഇറ്റ്. അപ്പോൾ നമ്മൾ ദർ ഇസ് ദിസ് ഐഡിയ കാൾഡ് പർപ്പസ് ഓഫ് എ സ്റ്റോറി. വൈ ഡു യു ടെൽ എ സ്റ്റോറി? അപ്പോൾ Star Wars, for instance, it's good versus evil, and most of the traditional storytelling is like that. അപ്പോൾ അതിൻ്റെ അകത്ത് inevitably towards the end the good beats the bad. അപ്പോൾ the good എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ നന്മ തിന്മയെ അതിജയിക്കുന്ന കഥകളാണ് പൊതുവേ മനുഷ്യ സമുദായം പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ പഠിപ്പിക്കാൻ വേണ്ടി, ഒരു മൊറയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ട്രഡീഷണലി കഥ പറച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ദ ബോയ് ഹു ക്രൈഡ് ദ വോൾഫ്, ഇങ്ങനെ ചെന്നായ വരുന്നേ, പുലി വരുന്ന, നമ്മുടെ നാട്ടിലാണ് പുലി വരുന്നേ എന്ന് കരയുന്ന കുട്ടിയുണ്ടല്ലോ. അപ്പോൾ ബേസിക്കലി ആ കഥ പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളം പറയുന്നതിനെ കുറിച്ചുള്ള, അല്ലെ ആളുകളെ പറ്റിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു മൊറയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ലോകത്തെ എല്ലാ നാടുകളിലും ഫോക്ക് ടെയിൽസ് ഉണ്ട്. ഫോക്ക് ടെയിൽസിൻ്റെ വലിയ ട്രഡീഷൻ ഉണ്ട്. എല്ലാ കൾച്ചറിലും നമുക്ക് കാണാൻ പറ്റും. അതിലൊക്കെ കഥ പറച്ചിലിനൊരു പർപ്പസ് കാണാൻ പറ്റും. എന്തോ ഒരു കാര്യം ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കാര്യം ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കാര്യത്തെക്കുറിച്ച് ആളുകളെ എൻലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പിന്നെ എൻ്റർടൈൻ ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻലൈറ്റൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആളുകളെ എൻലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് കഥകൾ പൊതുവേ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിസന്ധി കിടക്കുന്നത് നമ്മൾ കഥയെ ഒരു മുദ്രാവാക്യം വിളി പോലെ ആക്കി മാറ്റുന്നിടത്താണ്. കഥയെ, അതായത് നിങ്ങൾക്കറിയാവുന്ന പോലെ കേരളത്തിൽ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് സെൻസിബിലിറ്റിയിൽ നിന്നും ഉണ്ടായിത്തീർന്ന കല കലക്ക് വേണ്ടിയാണോ, കല സമൂഹത്തിന് വേണ്ടിയാണോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട്. കേരളത്തിൽ മാത്രമല്ല ഇതുള്ളത്, എല്ലാ നാടുകളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത് കമ്മ്യൂണിസ്റ്റ് സെൻസിബിലിറ്റിയുടെ ഒരു ഡൊമിനൻസ് കാരണം കല സമൂഹത്തിന് വേണ്ടിയാണ് എന്നത് ഏതാണ്ട് ഒരു അപ്രമാദിത്വത്തോടു കൂടി തീർപ്പ് കൽപ്പിക്കപ്പെടുകയും കല കലക്ക് വേണ്ടിയാവുന്നത് എന്തോ ഒരു അശ്ലീല പ്രവർത്തനം പോലെ മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫിലോസഫേഴ്സിന് പല വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സെൻസിബിലിറ്റി അനുസരിച്ച് ഏത് അഭിപ്രായത്തിലേക്ക് വേണമെങ്കിലും പോവാം. പക്ഷേ കല സമൂഹത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ
അതിലുള്ള ഒരു ചതിക്കുഴി, അതിൻ്റെ അകത്തുള്ള ഒരു അപകടം എന്ന് പറയുന്നത്, നമ്മൾ ആളുകളെ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ, ഒരു ലഘുലേഖ എഴുതുന്നത് പോലെയോ, ഒരു പ്രോപ്പഗണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് കഥ പറച്ചിലിനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് കഥയല്ലാതാക്കി മാറ്റുകയും കഥക്കകത്തുള്ള ജീവിതത്തോടുള്ള സത്യസന്ധതയെ, ജീവിതത്തോടുള്ള അതിനുള്ള കടപ്പാടിനെ, കഥക്ക് ജീവിതത്തോടാണ് കടപ്പാടുള്ളത്. അപ്പം ജീവിതത്തോട് ഉള്ള കടപ്പാട് സ്വാഭാവികമായും അത് സമൂഹത്തോടുള്ള കടപ്പാടായിട്ട് പരിണമിക്കും എന്നല്ലാതെ ഒരു സന്ദേശത്തെ കുത്തിച്ചെലുത്താൻ വേണ്ടിയിട്ട്, ഒരു മെസ്സേജിന് അതിൻ്റെ അകത്ത് കുത്തിച്ചെലുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പലപ്പോഴും പരിഹാസ്യമായി തീരുകയും കഥയുടെ സൗന്ദര്യശാസ്ത്രപരവും ചിലപ്പോഴെങ്കിലും രാഷ്ട്രീയവുമായ മാനങ്ങളെ അട്ടിമറിക്കുകയും അതിനെ ദാർശനികമായി ദുർബലപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഒരു ഞാണിന്മേൽ കളിയാണ് ഇത്. കലക്ക് വേണ്ടി എന്ന വാദത്തിനകത്തും ചില പ്രതിസന്ധികളും ചില പ്രയാസങ്ങളും ചില ദാർശനിക വിഷമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പല മൂവ്മെൻറ്റ്സും, പ്രത്യേകിച്ചും യൂറോപ്യൻ ആർട്ടിൻ്റെ ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല മൂവ്മെൻറ്റ്സും നമുക്ക് കാണാൻ പറ്റും. സൊസൈറ്റിയോട് വളരെ മുഖം തിരിഞ്ഞു നിൽക്കുകയും ചിലപ്പോഴെങ്കിലും വളരെ കയോട്ടിക്കായ, വളരെ അനാർക്കിക്കായ എന്താ പറയുക ആശയങ്ങളും മൂല്യങ്ങളും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളുകളുടെ ജീവിതത്തെ കുഴപ്പത്തിലാക്കിയ പല മൂവ്മെൻറ്റ്സും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നടുക്ക് എവിടെയോ ആയിരിക്കണം ഈ പർപ്പസ് എന്ന് പറയുന്ന ഐഡിയ, വൈ ഡു വി ടെൽ എ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഐഡിയ നിൽക്കുന്നു. നമ്മൾ സെൻ ട്രഡീഷനും സൂഫി ട്രഡീഷനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് സ്പിരിച്വൽ ട്രഡീഷൻ നോക്കിക്കഴിഞ്ഞാലും വി ക്യാൻ സീ ദാറ്റ് ഓൾ ഓഫ് ദം ടോൾഡ് സ്റ്റോറീസ്. അവർ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ആളുകളെ എൻ്റർടൈൻ ചെയ്യാനും എൻലൈറ്റൻ ചെയ്യാനും വേണ്ടിയിട്ട് ദേ ഹാവ് യൂസ്ഡ് എനോർമസ് നമ്പർ ഓഫ് സ്റ്റോറീസ്, ബ്യൂട്ടിഫുൾ സ്റ്റോറീസ്, കമ്പല്ലിങ്, എൻഗേജിങ്, ഇറസിസ്റ്റബിൾ സ്റ്റോറീസ്. അപ്പോൾ മനുഷ്യൻ, ഞാനെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഗുഹാജീവിയായിരുന്ന മനുഷ്യൻ, ഗുഹയിൽ ജീവിച്ച് വേട്ടയാടാൻ പോയിട്ട് തിരിച്ചു വന്ന ആൾ, അല്ലെങ്കിൽ തേനോ കായ്കനികളോ ശേഖരിച്ച് തിരിച്ചു വന്ന പെൺകുട്ടി അന്ന് വൈകുന്നേരം അവിടെ ഇരുന്നിട്ട് ഒരു കഥ പറഞ്ഞിട്ടുണ്ടാവും. ഈ കഥകൾ അവള് തേന് കൊണ്ടുവന്നാലും അയാൾ മാനിനെയോ മൊയലിനെയോ കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും എന്തായാലും ഒരു കഥയും കൊണ്ടായിട്ട് അയാൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ കഥകൾ അവർ ഷെയർ ചെയ്യും. ഈ കഥകൾ കലക്റ്റീവായിട്ട് ഷെയർ ചെയ്യുന്നിടത്തുനിന്ന് നാടകം ഉണ്ടാവും. ഇപ്പോൾ കലക്റ്റീവായ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഫോമിൽ നാടകത്തിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഇപ്പോൾ നാടകം എന്ന് പറയുന്നത് എല്ലാ കലാരൂപങ്ങളും വന്ന് സമ്മേളിക്കുന്ന ഒന്നാണ്. അതിൻ്റെ അകത്ത് ചിത്രകല വരും, അതിൻ്റെ അകത്ത് ആശാരിപ്പണി വരും, ശില്പകല വരും, അതിൻ്റെ അകത്ത് കുക്കിംഗ് വരും. എല്ലാ സെൻസിബിലിറ്റിയും 5 സെൻസസ് കൊണ്ട് നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ് നാടകം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമ്മൾ സിനിമയിലേക്ക് നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും ശേഷം, മനുഷ്യനുണ്ടായ ആദ്യകാലം തൊട്ട് തന്നെ മനുഷ്യൻ്റെ കൂടെ നാടകം ഉണ്ടായിരുന്നു, റിച്വൽസ് ഉണ്ടായിരുന്നു, തെയ്യമോ തിറയോ പോലുള്ള അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ വരുന്നത് ഈ അടുത്ത കാലത്ത് മാത്രമാണ്. മനുഷ്യ സമുദായത്തിൻ്റെ ഒരു മൊത്തം ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സിനിമക്ക് 100-125 കൊല്ലത്തെ ചരിത്രം മാത്രമേ ഉള്ളൂ. സിനിമയിലേക്ക് വരുമ്പോൾ ക്യാമറ എന്ന് പറയുന്ന ഒരു ഉപകരണവും എഡിറ്റിങ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഉപകരണവും, ഇപ്പോഴാണ് ഇങ്ങനത്തെ ഉപകരണങ്ങൾ വന്നത്, നേരത്തെ അനലോഗ് എഡിറ്റിംഗ് ഒക്കെ ഉള്ള കാലത്ത് വലിയ ഉപകരണങ്ങളായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉപകരണവും ക്യാമറ എന്ന് പറയുന്ന ഒരു ഉപകരണവും പിന്നെ അത് കാണാനുള്ള എന്തെങ്കിലും ഒരു ഉപകരണം, ഇങ്ങനെ 3 മെഷീനെങ്കിലും ഇല്ലാതെ സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയം സാധ്യമല്ല. അപ്പോൾ മൂലധനത്തിന്, ബെഗോവിച്ചൊക്കെ പറയുന്ന പോലെ, മൂലധനത്തിന് വിലക്ക് വാങ്ങാവുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള മീഡിയ സിനിമയാണ്. നാടകക്കാരന് വിലക്ക് വാങ്ങുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ വിലക്ക് വാങ്ങാവുന്ന ഒരു സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്നത് സിനിമക്കാരനാണ്. നിങ്ങൾക്ക് ഗ്രാൻഡ് വന്നാൽ മതി, നിങ്ങൾ സിനിമ ഉണ്ടാക്കാൻ തയ്യാറാവും. അപ്പോൾ പിന്നെ നാടകക്കാരൻ അങ്ങനെ ഗ്രാൻഡ് കിട്ടിയ എളുപ്പം പോയിട്ട് നാടകം ചെയ്യണം എന്നില്ല, കാരണം തടി കൊടുക്കണമല്ലോ അതിന്. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ നാടകം കുറച്ചും കൂടി സ്പിരിച്വലായ ഒരു പരിപാടിയാണ്. ഇത് വളരെ പൊളിറ്റിക്കലായ ഒരു കാര്യമാണ്. അപ്പോൾ മൂലധനം ആവശ്യമുള്ള ഒരു കഥ പറച്ചിലിൻ്റെ മാധ്യമം, ക്യാപിറ്റൽ ആവശ്യമുള്ള ഒരു കഥ പറച്ചിലിൻ്റെ മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മനുഷ്യൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷനെ നമ്മൾ സിനിമയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ, സിനിമ നമുക്ക് അതുവരെ ഇല്ലാതിരുന്ന പല സാധ്യതകളും തന്നു. ഇപ്പോൾ വാൾട്ടർ ബെഞ്ചമിനെ കോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ സ്ലോ മോഷനും ക്ലോസപ്പും തന്നു, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ
ഈ സ്ലോ മോഷനും ക്ലോസപ്പും എന്നുള്ളത് ഒരു പ്രതീകാത്മകമായിട്ട് ഒരു മെറ്റഫോറിക്കലി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നേരത്തെ ക്ലോസപ്പ് എന്ന് പറഞ്ഞൊരു സാധ്യത ഉണ്ടായിരുന്നില്ല. പിന്നെ പെയിൻറ്റിങ്ങിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു വിഷ്വൽ ആർട്ടിൽ ലൈവായിട്ട് നമുക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ മീഡിയം ഈ ഒരു സാധ്യത തരുന്നു. അതേപോലെ സ്ലോ മോഷൻ്റെ, മൊണ്ടാഷിൻ്റെ, കൊളാഷുകളുടെ സാധ്യത തരുന്നു. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ച് കഥ പറയുമ്പോൾ നമ്മൾ അതുവരെ കഥ പറഞ്ഞിരുന്ന രീതിയിൽ നിന്ന് റാഡിക്കലായ എന്തെങ്കിലും വ്യത്യാസം കഥ പറച്ചിലിനുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മനുഷ്യൻ കഥ പറയുന്നതിൻ്റെ അകത്ത്, മനുഷ്യൻ കഥ പറയുന്ന ജീവിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. മനുഷ്യന് കഥ പറയുന്നതിൻ്റെ അകത്ത് സ്റ്റോറി ടെല്ലിങ്ങിന് ചില എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു കഥയിൽ എന്തായാലും ഉണ്ടാവുന്ന കാര്യങ്ങൾ? ഓക്കെ, ഒന്ന് ക്യാരക്ടറാണ്. കഥയിൽ മലയാളത്തിൽ നമ്മൾ അതിനെ കഥാപാത്രം എന്നാണ് പറയുക, അല്ലേ? കഥയ്ക്ക് ഇരിക്കാൻ ഒരു പാത്രം വേണം. പിന്നെ വേറെ എന്താ ഉണ്ടാവുക? ഓക്കെ, കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സെറ്റിംഗ് എന്ന് പറയും. ഇപ്പം കഥക്ക് ഒന്ന് വേണ്ടത് കഥാപാത്രമാണ്, വേറൊന്ന് കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സെറ്റിംഗ് വേണം. കഥ പറയുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് വേണം അല്ലെങ്കിൽ ഒരു സെറ്റിംഗ് വേണം. പിന്നെ ഓക്കെ, കഥക്ക് ഒരു ശീർഷകം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതൊരു ആധുനികമായ ആശയമാണ്. പണ്ടത്തെ കഥക്കൊന്നും ശീർഷകം ഉണ്ടായിരുന്നില്ല. ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. നല്ലതാണ് അത് കൊടുക്കുന്നത്. പിന്നെ വേറെ then there is this idea called plot, അല്ലേ? അപ്പോൾ പ്ലോട്ടും സ്റ്റോറിയും ഒന്നാണോ? സ്റ്റോറി എന്ന് പറയുമ്പോൾ a bit of emotional element കൂടി ഉണ്ടാവും. പ്ലോട്ട് ഫോർമൽ ആൻഡ് സംതിങ് ഒരു നമുക്ക് ആണോ? I don't know. Okay. No, I'm asking. I'm just curious. What is your understanding? സ്റ്റോറി നമുക്ക് ഉള്ളിൽ നിന്ന് അങ്ങനെ വന്ന പോലെ ചെയ്യാം. പ്ലോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലാക്കുന്നതാണോ? ബേസിക്കലി മാസ്റ്റേഴ്സ് പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കാഡമിക്കലി നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻസ് ടു ദ ക്യാരക്ടർ ഓർ എ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ക്രോണോളജിക്കലി. അതാണ് സ്റ്റോറി എന്ന് പറയുന്നത്. ബട്ട് പ്ലോട്ട് ഇസ് ഡിഫറെൻറ്റ്. പ്ലോട്ട് ഇസ് ദ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് യു ടെൽ യുവർ റീഡർ, that you tell your viewer, that you show to your viewer. A plot can be no, I'll explain. Then if you don't understand, we will go for it to a discussion. Basically story എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആമയും മുയലും പന്തയം വെച്ച കഥ പറയുകയാണെങ്കിൽ, ഈ ആമയും മുയലും സുഹൃത്തുക്കളായിരുന്നു, ഒരു കാട്ടിൽ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. അതിനൊരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ടല്ലോ. ഒരു ദിവസം മുയലിന് തോന്നി ആമേനെ ഒന്ന് പറ്റിക്കണം, തോൽപ്പിക്കണം എന്ന്. അപ്പോൾ ഇങ്ങനെ വെല്ലുവിളിച്ചു. ആമ നിഷ്കളങ്കനായതുകൊണ്ട് അപ്പോൾ അങ്ങനെ ക്യാരക്ടേഴ്സ് വരുന്നു. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്, അതിലേക്ക് നമ്മൾ പോകും. അത് വരുന്നു. ഇങ്ങനെ നമ്മൾ എന്നിട്ട് അവസാനം ആമ ജയിച്ചു എന്ന് പറഞ്ഞിടത്ത് കഥ നിർത്തുന്നു. ഇതാണ് ഇതിൻ്റെ കഥ. പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ പല ഡിഫറെൻ്റ് ആയ രീതിയിൽ നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാലോ. സോ പ്ലോട്ട് ഈസ് ദ ഐഡിയ. അതായത് ആളുകൾ ഏത് സീക്വൻസിലാണ്, ഏത് ഓർഡറിലാണ് ഇത് കാണുന്നത്, അതാണ് പ്ലോട്ട്, ടെക്നിക്കലി സ്പീക്കിംഗ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ നമുക്കിതിനെ പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ആകത്തുക, ഒരു ജിസ്റ്റ് പറയുന്നതിന് സിനിമയുടെ ലാംഗ്വേജിൽ വൺ ലൈൻ അല്ലെങ്കിൽ പ്രിമൈസ് എന്ന് പറയും. സ്റ്റോറി ലൈനിനെ വളരെ ചുരുക്കിയിട്ട് പറയുന്നതിന്. ഇപ്പോൾ ഉദാഹരണത്തിന് ജുറാസിക് പാർക്കിൻ്റെ സ്റ്റോറി ലൈൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൻ്റെ വൺ ലൈന് സ്പീൽബർഗ് പറഞ്ഞത്, പരിണാമദശയിലെ ഏറ്റവും കരുത്തരായ രണ്ട് ജീവികൾ, മനുഷ്യനും ദിനോസറും, പരസ്പരം കൊന്നാലല്ലാതെ ഇനി സർവൈവൽ സാധ്യമല്ല എന്ന അവസ്ഥയിൽ ഫേസ് ടു ഫേസ് നിൽക്കുന്നതാണ് എൻ്റെ സിനിമ എന്നാണ്. ദാറ്റ്സ് ബ്രില്യൻറ്റ്. അതായത് ഒരു പാർക്കിൽ കുറേ കുട്ടികളും ഫാമിലിയും ടൂർ വന്ന് ദിനോസർ വന്ന് വല്ല കടിച്ചു പിടിച്ചു, അതല്ല, അതതിൻ്റെ കഥയാണ്. അതിൻ്റെ വൺ ലൈൻ എന്ന് പറയണത് പരിണാമദശയിലെ ഏറ്റവും കരുത്തരായ രണ്ട് ജീവികൾ. അതിൻ്റെ അകത്ത് അയാളുടെ ഒരു ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവ് വരുന്നു. എവല്യൂഷൻ്റെ സൈക്കിളിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ രണ്ട് സ്പീഷീസ്, ദേ കം ഫേസ് ടു ഫേസ് ആൻഡ് ദേ ഫൈറ്റ് ടു സർവൈവ്, ആൻഡ് they can't survive until the other species is extinct.
അപ്പോൾ അതാണ് ഇതിൻ്റെ വൺ ലൈൻ എന്ന് പറയുന്നത്. ഈ വൺ ലൈനിൽ നിന്നാണ് നമ്മളൊരു എൻഗേജിങ് ആയ, എൻ്റർടൈനിങ് ആയ, എൻലൈറ്റനിങ് ആയ ഒരു കഥ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ എൻലൈറ്റൻമെൻറ്റ് പാർട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പർപ്പസ് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് വരിക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരിടത്ത് നമ്മൾ ജീവിതത്തെക്കുറിച്ചുള്ള ചില ഇൻസൈറ്റ്, ജീവിതത്തെക്കുറിച്ചുള്ള, മനുഷ്യനെക്കുറിച്ചുള്ള, ബന്ധങ്ങളെക്കുറിച്ചുള്ള, നാച്ചുറിനെയോ പ്രകൃതിയെയോ കുറിച്ചുള്ള, നാച്ചുറിനെയോ മറ്റെന്തെങ്കിലും സംഭവങ്ങളെയോ കുറിച്ചുള്ള ചില ഉൾക്കാഴ്ചകളെ, ചില ദാർശനികമായ ഫിലോസഫിക്കലായ തിരിച്ചറിവുകളെ ഈ കാണുന്ന ആളുകൾക്ക്, കേൾക്കുന്ന ആളുകൾക്ക് കൊടുക്കണം. അത് നമ്മൾ കൊടുക്കാൻ വേണ്ടി മെനക്കെട്ട് മനഃപൂർവ്വം കൊടുക്കണ്ട. നമ്മൾ ഈ തീമിൽ മുങ്ങിയാൽ, അതിനോട് സത്യസന്ധത പാലിച്ചാൽ ജീവിതത്തെക്കുറിച്ചുള്ള പല റിഫ്ലക്ഷൻസ്, മനുഷ്യനെക്കുറിച്ചുള്ള പല റിഫ്ലക്ഷൻസ് അതിൽ നാച്ചുറലായിട്ട്, ഓർഗാനിക്കായിട്ട് വരും. അതായത് നമ്മൾ നല്ല സിനിമകൾ കാണുമ്പോൾ, ആ സിനിമകളുടെ അല്ലെങ്കിൽ നല്ല കഥകൾ കേൾക്കുമ്പോൾ സ്റ്റോറി ടെല്ലർ പറയുന്നതിലധികം കാര്യങ്ങൾ നമ്മൾ ടേക്ക് അവേ ചെയ്യുന്നുണ്ടല്ലോ. വി ഹാവ് ടേക്ക് അവേ ഉണ്ടല്ലോ നമുക്ക്. അയാൾ കാണിച്ചതിനെക്കാട്ടിലും നമുക്കുണ്ട്. അപ്പോൾ അത് തരുന്നത്, അത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു നല്ല സ്റ്റോറി ടെല്ലറുടെ കർത്തവ്യം എന്ന് പറയുന്നത്. ഇത് കഥ പറയുക എന്നതല്ല, ആ കഥ പറയുന്നതിന് ഇപ്പോൾ എൻ പ്രഭാകരൻ ഫേസ്ബുക്കിൽ നേരത്തെ എഴുതിയ ഒരു കുറിപ്പുണ്ടായിരുന്നു. അതിൽ എൻ പ്രഭാകരൻ അമ്മയുടെ അടുത്ത് പ്രഭാകരൻ എഴുതിയ ഒരു കഥ വായിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദലിത് പെൺകുട്ടി, ഒരു ദലിത് യുവതി, അവർ കാണാൻ വളരെ സുന്ദരിയാണ്. അവരുടെ വീട്ടിൽ നിന്ന് ഒരു ചെറ്റക്കുടിലാണ്, അവിടെ നിന്ന് ഇങ്ങനെ കുന്നിറങ്ങി വന്ന് പാടത്തേക്ക് ഇറങ്ങി. പാടത്തെ വരമ്പത്ത് കൂടെ അവർ മുറിച്ച് കിടന്നു. അപ്പുറത്ത് ഒരു നായർ ജന്മി നിൽക്കുന്നുണ്ട്. അയാൾ ഇവളെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ ഇവള് തോട്ടിലിറങ്ങി, പിന്നെ വീട്ടിലേക്ക് കയറിപ്പോയി. ഇങ്ങനെ ഇതിൻ്റെ വിശദമായ വർണ്ണനകളാണ്. അപ്പോൾ അമ്മ ഇയാളെ തടഞ്ഞിട്ട് പറഞ്ഞു, നിൽക്ക്. അവിടുന്ന് കുന്നിറങ്ങി, പിന്നെ തോട്ടിൽ ഇറങ്ങി, പാടത്തു കൂടെ പോയി എന്നൊക്കെ അല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അതായത് ഇത് നീ എന്തിനാ പറയണത് എന്നാണ് അതിൻ്റെ അകത്തുള്ള ചോദ്യം. അതായത് ജീവിതത്തെക്കുറിച്ചൊന്നും പറയാതെ അവൾ അവിടുന്ന് ഇറങ്ങി, അവിടുന്ന് കയറി, ഓൻ നോക്കി, ഓൾ പേടിച്ചു, അങ്ങോട്ട് പോയി, അങ്ങനെ പറയണതിൻ്റെ അകത്ത് വലിയ കഥയൊന്നുമില്ല. അത് നീ എന്തിനാണ് പറയണത് എന്നാണ് അമ്മ പറയാതെ പറഞ്ഞത്. അതായത് അത് പറയുന്നത് കൊണ്ട് അത് കേട്ടിട്ട് വായിക്കുന്ന ആൾക്ക്, കാണുന്ന ആൾക്ക് എന്താണ് കിട്ടേണ്ടത്. ബേസിക്കലി നമ്മളിതിനെ മൂഡ് സെറ്റ് ചെയ്യുക എന്ന് പറയും. അതായത് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു മൂഡ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് മൂഡാണ് കൺവേ ചെയ്യുന്നത് എന്ന് എല്ലാ സ്റ്റോറി ടെല്ലറും തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ നാട്യശാസ്ത്രത്തിലെ നവരസങ്ങൾ എന്ന് പറയുന്ന ഐഡിയ, അപ്പോൾ ഈ നവരസങ്ങൾ എന്ന് പറയുന്നത് 9 ഭാവങ്ങൾ ഒരു പെർഫോമറുടെ മുഖത്ത് വിരിയുന്നത് മാത്രമല്ല, അത് ഓഡിയൻസിൻ്റെ സഹൃദയ എന്നാണ് സംസ്കൃതത്തിൽ ഓഡിയൻസിന് പറയാം. സഹൃദയമുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരേപോലെയുള്ള ഹൃദയമുള്ള ആളുകൾക്ക് അടുത്ത് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സഹൃദയരായ ആളുകളുടെ അടുത്ത് നമ്മൾ ഈ ഒരു കഥ പറയണ സമയത്ത് നമ്മളുടെ ഹൃദയത്തിലുള്ള അതേ ഭാവം, അതേ രസം കേൾക്കുന്ന ആളുകളുടെ ഹൃദയത്തിലേക്കും പകരുന്ന പണിയാണ് കഥ പറച്ചിൽ എന്ന് പറയുന്നത്. എല്ലാ ആർട്ടും. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ചിരിപ്പിക്കുക, കരയിക്കുക എന്നുള്ള ഒരു 2 ഭാവം മാത്രമേ ആളുകൾ സ്റ്റോറി ടെല്ലേഴ്സ് പഠിക്കാറുള്ളൂ. പിന്നെ കൂടിപ്പോയ പേടിപ്പിക്കുക എന്നുള്ളൊരു കാര്യം. ഇനി അതല്ലാതെ ഇപ്പോൾ മാസ്റ്റേഴ്സിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിലൊക്കെ നോക്കിയാൽ അവരിതിൻ്റെയൊക്കെ ബിയോണ്ട് പോവുകയും കരുണത്തിലേക്കും ശാന്തത്തിലേക്കും അവർ പോവുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. നമ്മളെ ചിന്തിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മളെ അസ്വസ്ഥരാക്കുക എന്ന് പറയുന്ന കാര്യം, നമ്മളെ ജീവിതത്തെക്കുറിച്ച് കണ്ടംപ്ലേറ്റ് ചെയ്യിപ്പിക്കുക, മെഡിറ്റേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അവർ ചെയ്യും. അപ്പോൾ അതാണ് വേറൊരു അർത്ഥത്തിൽ പ്രഭാകരനോട് അമ്മ ചോദിച്ചത്. അവൾ ഇറങ്ങിപ്പോയി എന്നല്ലാതെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ നമ്മളൊരു കഥ എഴുതുമ്പോൾ, ഒരു കഥ പറയുമ്പോൾ, ഒരു കഥ സിനിമയിലേക്ക് പരാവർത്തനം ചെയ്യുമ്പോൾ ഈ ചോദ്യമുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പർപ്പസ് എന്താ? സത്യത്തിൽ നമ്മളിത് എന്ത് മൂഡാണ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇതുകൊണ്ട് ആത്യന്തികമായി എന്താണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്? ഇപ്പം മാക്ബത്ത്, ഒഥെല്ലോ, ഇബ്സന്റെ നാടകങ്ങൾ, ഏത് ക്ലാസിക് നാടകങ്ങൾ എടുത്തു കഴിഞ്ഞാലും അത് ഇറ്റ് ടെൽസ് us സംതിങ് അബൌട്ട് ഹ്യൂമാനിറ്റി. ഇറ്റ് ടെൽസ് us സംതിങ് അബൌട്ട് ഹ്യൂമൻ റിലേഷൻഷിപ്സ്, ഹ്യൂമൻ സഫറിങ്, ഹ്യൂമൻ മിസറി, ഹ്യൂമൻ ക്വസ്റ്റ് ഫോർ മീനിങ്, ഓർ എക്സിസ്റ്റൻസിൻ്റെ മീനിങ്ങിനെ കുറിച്ചുള്ള മനുഷ്യൻ്റെ തന്നെ അകത്തുള്ള കോൺഫ്ലിക്ട്സിനെ, കലഹങ്ങളെ,
അത് ഏതോ ഒരു സ്ഥലത്ത് അതിലേക്കൊരു ടോർച്ച് അടിക്കുന്നുണ്ട്, അതിലേക്കൊരു വെളിച്ചം വീശുന്നുണ്ട്. ആ വെളിച്ചം വീശൽ ഉള്ള ഒരാൾക്ക് കഥ പറച്ചിലുകാരനാവാൻ പറ്റും, കഥ പറച്ചിലുകാരി ആവാൻ പറ്റും. അപ്പോൾ എൻലൈറ്റൻ ചെയ്യുക എന്നത്, എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നത്, എൻ്റർടൈൻ ചെയ്യുക എന്നത് കഥ പറച്ചിലിൻ്റെ സ്വാഭാവികമായ ഒരു അനിവാര്യതയാണ്, ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ പ്ലോട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, കഥയുടെ എസെൻഷ്യൽ എലിമെൻറ്റ്സ് ആയിട്ടുള്ളത് ഒന്ന് സ്റ്റോറി തന്നെയാണ്. സ്റ്റോറീൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ക്രോണോളജിക്കലി കാലക്രമം അനുസരിച്ച് ക്രമാനുഗതമായ ഒരു കഥാപാത്രത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് കഥ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ രീതിയാണ്, ഏത് തരത്തിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമ എഴുത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ പറയുകയാണെങ്കിൽ ലീനിയർ നരേറ്റീവാണോ, നോൺ ലീനിയർ നരേറ്റീവാണോ, മൾട്ടി ലീനിയർ നരേറ്റീവാണോ, ഇനി അതല്ല വേറെ പലതരത്തിലുള്ള നരേറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു മരത്തിൻ്റെ ശിഖരങ്ങൾ പോലെ പോകുന്ന നരേറ്റീവ്സ് ഉണ്ട്, ഒരു പുഴ പോലെ പോകുന്ന മീൻഡറിങ് നരേറ്റീവ് ഉണ്ട്, സ്പൈറൽ നരേറ്റീവ് ഉണ്ട്. ഒരു ഇൻസിഡൻറ്റിലേക്കോ ഒരു ഓർമ്മയിലേക്കോ ഒരു പെർട്ടിക്കുലർ മെമ്മറിയോ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റോ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആഫ്റ്റർ സൺ എന്ന് പറയുന്ന മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ആഫ്റ്റർ സൺ ഒരു റേവ് പാർട്ടിയുടെ മെമ്മറിയിലേക്ക് നിരവധി ഫ്ലാഷ് ബാക്കുകൾ തിരിച്ചു വരുന്ന തരത്തിലാണ് അതിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു കഥയുണ്ട്, ഒരച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് അവർ പോയ ഒരു യാത്രയുടെ ഒരു ഹാൻഡി ക്യാമിൽ എടുത്തിട്ടുള്ള വീഡിയോസ് മകള് ഇപ്പോൾ ഇരുന്ന് കാണുന്നതാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മളെടുത്ത് പറയുന്ന രീതി അങ്ങനെയല്ല, അത് സ്പൈറൽ നരേറ്റീവ് ഉപയോഗിച്ചിട്ടാണ്, ആ നരേറ്റീവിൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ കഥ പറച്ചിലിന് സങ്കീർണവും വിവിധങ്ങളുമായ നരേറ്റീവ്സ് ഉണ്ട്, അത് പോസിബിളാണ്. സിംപ്ലി നമ്മൾ നോക്കുക, ഒരു 80% കഥകളും ലീനിയർ നരേറ്റീവ് ആയിരിക്കും. ലീനിയർ നരേറ്റീവ് എന്ന് പറഞ്ഞാൽ കഥ എന്താണോ സംഭവിച്ചത് അതിൻ്റെ കാലക്രമത്തിൽ തന്നെ നമ്മളത് ജനങ്ങളോട്, കേൾക്കാനിരിക്കുന്ന ആളുകളോട്, കാണാനിരിക്കുന്ന ആളുകളോട് പറയുകയും ചെയ്യും. അത് ഏറ്റവും കൺവീനിയൻ്റ് ആയ, ഏറ്റവും കംഫർട്ടബിളായ നരേറ്റീവാണ്. പക്ഷേ കുറച്ചും കൂടി ഇൻ്റലക്ച്വലി ഡിമാൻഡിങ് ആയ, ഇമാജിനേഷൻ ആവശ്യപ്പെടുന്ന, കുറച്ചും കൂടി എൻഗേജ്മെൻ്റ് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള സ്റ്റോറി ടെല്ലിങ് ബ്രില്യൻ്റ് ആയ സ്റ്റോറി ടെല്ലേഴ്സ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ക്രിസ്റ്റഫർ നോളാൻ ആയിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഹോളിവുഡിൽ നിന്നുള്ള ഒരു ജീനിയസ് എന്ന് പറയാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില സിനിമകളെങ്കിലും അതിൻ്റെ നരേറ്റീവ് സ്ട്രക്ചറിൻ്റെ കോംപ്ലെക്സിറ്റി കൊണ്ട് കഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവാത്ത തരത്തിൽ അത്രയും കോംപ്ലെക്സ് ആയിട്ടുള്ള നരേറ്റീവ് പോലും അദ്ദേഹം എളുപ്പം മനസ്സിലാവാത്ത തരത്തിലുള്ള നരേറ്റീവ്, അതായത് എക്സ്പ്ലെയിനേഴ്സ് ആവശ്യമായിട്ട് വരും. ഇതെന്താണ് എന്ന് മനസ്സിലാവണമെങ്കിൽ വേറെ ഒരാൾ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടത്. അങ്ങനെ ധാരാളം സിനിമകളുണ്ട്, നോളാൻ്റെ മാത്രമല്ല. അപ്പോൾ പറഞ്ഞു വന്നത്, സ്റ്റോറി എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്, പ്ലോട്ട് എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ക്യാരക്ടർ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ക്യാരക്ടറിനെ നമ്മൾ 2 ഡയമെൻഷണൽ ആയിട്ട് കാണാതിരിക്കുകയും 3 ഡയമെൻഷണൽ ആയിട്ട് കാണുകയും ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്യാരക്ടറിനെ എഴുതുമ്പോൾ ചില ആശയങ്ങളുണ്ട്. ഇതിൽ ചില ആളുകൾക്കൊക്കെ ഇത് അറിയുന്നതായിരിക്കും. ആർക്കിടൈപ്പ്, പ്രോട്ടോടൈപ്പ്, സ്റ്റീരിയോ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആശയങ്ങളുണ്ട്. ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിരൂപം. അതായത് മൊത്തം ലോകത്തെ മനുഷ്യന്മാരെ, ഇത് കാൾ യുങ്ങിൻ്റെ ഒരു ഐഡിയയാണ്, 12 തരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം ബൈബിളിലെ 12 പ്രവാചകന്മാരെ എടുത്തിട്ട് 12 ടൈപ്പായിട്ട് മനുഷ്യന്മാരെ തിരിക്കുകയാണ് ചെയ്തത്. ഇത് ലിറ്ററേച്ചറിന് വേണ്ടിയിട്ടല്ല ചെയ്തത്, സൈക്കോതെറാപ്പിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് ജീസസിനെ പോലെയല്ലല്ലോ മോസസ്. അപ്പോൾ ജീസസ് വേറെ ആർക്കിടൈപ്പാണ്, മോസസ് വേറെ ആർക്കിടൈപ്പാണ്, ജേക്കബ് വേറെ ആർക്കിടൈപ്പാണ്, ജോബ് വേറെ ആർക്കിടൈപ്പാണ്. അങ്ങനെ ഓരോരുത്തരും വേറെ വേറെ ആർക്കിടൈപ്പാണ്. അപ്പോൾ ഈ ഓരോ ആർക്കിടൈപ്പിനകത്ത് ഓരോരുത്തർക്കും വേറെ വേറെ മോട്ടോയും വേറെ വേറെ വാല്യൂസും വേറെ വേറെ സ്ട്രെങ്ത്തും വേറെ വേറെ വീക്ക്നെസ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ക്യാരക്ടറിനെ എഴുതുമ്പോൾ ഈ ആർക്കിടൈപ്പിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 2018 ഫ്ലഡിൽ ഒരു ഹോസ്റ്റലിൽ അകപ്പെട്ടു പോയ, ഒരു കുന്നിന് മീതെയുള്ള ഒരു ഹോസ്റ്റലിൽ ചുറ്റും വെള്ളം, അകപ്പെട്ടു പോയ 4 പെൺകുട്ടികളുടെ കഥ നമ്മൾ പറയുകയാണെങ്കിൽ, ഈ 4 പെൺകുട്ടികളും 4 രീതിയിലാണ് നമുക്ക് അവതരിപ്പിക്കാനുള്ളത്. അപ്പോൾ ഈ 4 രീതിയിൽ അവതരിപ്പിക്കണമെങ്കിൽ 4 ആർക്കിടൈപ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇമാജിനറി സ്റ്റോറി പറയുകയാണെങ്കിൽ, ഒരു പെൺകുട്ടി അവളുടെ കല്യാണത്തിൻ്റെ തലേന്ന് കാർ എടുത്തിട്ട്, ഒരു എലീറ്റ് വീട്ടിലുള്ള ഒരു പെൺകുട്ടി കല്യാണത്തിൻ്റെ തലേന്ന് കാർ എടുത്തിട്ട് അവളുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് ഒരു ആക്സിഡൻറ്റിൽ പെടുന്നു, അല്ലെങ്കിൽ
അവർ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണമായ ഒരു അനുഭവത്തിൽ അവർ പെടുന്നു. നാളെ രാവിലെയുള്ള കല്യാണമാണ്, പക്ഷെ ആ നൈറ്റിൽ അവർ കടന്നു പോകുന്ന കുറേ അസാധാരണവും അവർക്ക് അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തതുമായ കുറേ അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. അപ്പോൾ ഈ 4 പെൺകുട്ടികളും ഒരേപോലെ ആയിരിക്കില്ല ഇതിനെടുക്കുക. വേറെ വേറെ രീതിയിൽ ഇതിനെ എടുക്കുകയും വേറെ വേറെ രീതിയിൽ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്താലേ അതൊരു എൻഗേജിങ് ആയ ജീവിതഗന്ധിയായ സത്യസന്ധമായ കഥയാവുള്ളൂ. അപ്പോൾ മനുഷ്യർ പലതരത്തിലാണ്. അപ്പോൾ നമ്മൾക്ക് പലപ്പോഴും സ്റ്റോറി ടെല്ലേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കഥാപാത്രത്തിൻ്റെ മൗത്തിൽ വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കഥാപാത്രത്തിൻ്റെ വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഥാപാത്രം ഇങ്ങനെ ഭയങ്കര വലിയ ഫിലോസഫിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനത്തെ കുറേ മോശം സിനിമകളുടെ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ പിന്നെ ഇവരെന്താണ് ഈ ഫിലോസഫി നമ്മൾ ഈ കഥാപാത്രത്തിനെ കൊണ്ട് പറയിക്കണ്ട, പ്രേക്ഷകൻ്റെ ഉള്ളിൽ നിന്ന് അതുണ്ടായാൽ മതി. കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇതിൻ്റെ കാരണം ഇതാണ് എന്ന് അയാളുടെ ഉള്ളിൽ ഒരു ഇൻസൈറ്റ്, ഒരു റിയലൈസേഷൻ ഉണ്ടാക്കുക എന്നതാണ് മഹത്തായ ആർട്ട് എപ്പോഴും ചെയ്യുക. എന്നാൽ ഇറ്റ് ആൾവേസ് മേക്സ് യു മെഡിറ്റേറ്റ് ഓൺ ലൈഫ്. ഇറ്റ്സ് ലൈക്ക് പുട്ടിങ് എ മിറർ ബിഫോർ യു. ആ മിററിൽ നമ്മൾ നമ്മളെ തന്നെ കാണും. ഇതാണല്ലോ ജീവിതം, ഞാനന്ന് ചെയ്ത കാര്യമാണല്ലോ ഇയാളിത് ചെയ്യണത്, അതെന്ത് മണ്ടത്തരമായിരുന്നു എന്ന് നമ്മളോട് ഇത് എടുത്തിട്ട് ഈ സിനിമ ഇങ്ങനെ ഈ സിനിമ മാത്രമല്ല ഏത് ആർട്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ആർക്കിടൈപ്പ് എന്ന് പറയുന്ന ഐഡിയ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വേറൊരു ഐഡിയയാണ്, ആർക്കിടൈപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, വേറൊരു ഐഡിയയാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ പ്രാഗ്രൂപം എന്ന് പറയും. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കഥാപാത്രത്തിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയൽ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അതുപോലുള്ള മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുകയും അവരെ ചിലപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യും, ചിലപ്പോൾ എത്നോഗ്രാഫി ചെയ്യും, ചിലപ്പോൾ സൈബർ എത്നോഗ്രാഫി ചെയ്യും, ചിലപ്പോൾ അയാളെക്കുറിച്ച് എന്തൊക്കെ റിസർച്ച് ചെയ്യാൻ പറ്റുമോ എത്തിക്കൽ ബൗണ്ടറീസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അയാളെക്കുറിച്ച് എന്തൊക്കെ റിസർച്ച് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി യു കാൺട്ട് ബിക്കം എ ഗുഡ് സ്റ്റോറി ടെല്ലർ അൺടിൽ ആൻഡ് അൺലെസ് യു എൻ്റർ ദ ഹെഡ് ഓഫ് യുവർ ക്യാരക്ടർ. You enter the spiritual space of your character. ഒരു ക്യാരക്ടർ why does this person does what he does? And we should have a justification. We should be able to empathize with this character. That doesn't mean we approve that person. Maybe we are writing a serial rapist. Maybe we are writing a serial murderer. Maybe we don't agree with what he does. Maybe we don't approve. We never glorify. But we should be able to understand why he does what he does. അപ്പോൾ അതിനെ നമ്മൾ എംപതൈസ് ചെയ്യാന്ന് പറയും. അങ്ങനെ എംപതൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അയാളെ അപ്രൂവ് ചെയ്യുന്നു എന്നല്ല. എംപതൈസ് ചെയ്യണമെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ വേൾഡ് എന്താണ്, അയാളുടെ ഇമോഷണൽ യൂണിവേഴ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അയാളുടെ ഒരു ഇമോഷണൽ യൂണിവേഴ്സിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണം. അങ്ങനെ നമുക്ക് എൻ്റർ ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വൈ റൈറ്റിംഗ് ഇസ് എ ടെറിബിളി ലോൺലി പ്രോസസ്. That is why writing is a very spiritually demanding process. You cry when you write. You suffer when you write. Every writing is semi-autobiographical. You can't really write something that you haven't gone through. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഉൾക്കൊള്ളാത്ത, മനസ്സിലാക്കാത്ത ഒരു സഫറിങ്ങും നമുക്ക് എഴുതാൻ പറ്റില്ല. നമുക്ക് പിടികിട്ടാത്ത ഒരു ആനന്ദവും നമുക്ക് ഇതിൻ്റെ അകത്ത് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പെയിൻ ആണെങ്കിലും ശരി, പ്ലഷർ ആണെങ്കിലും ശരി, കാവസ് ആണെങ്കിലും ശരി, ഗിൽട്ട് ആണെങ്കിലും ശരി, റിഗ്രറ്റ് ആണെങ്കിലും ശരി, വട്ടെവർ. അപ്പോൾ നമ്മൾ ഈ കഥാപാത്രത്തിൻ്റെ ഇമോഷണൽ വേൾഡിലേക്ക് എൻ്റർ ചെയ്യുക, ആ കഥാപാത്രത്തിൻ്റെ തലക്കകത്തേക്ക് കയറിയിട്ട് ഈ കഥാപാത്രം കാണുന്ന ലോകത്തെ കാണുക. ഈ കഥാപാത്രം വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരാളാണെങ്കിൽ, ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, എക്സാജറേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അയാളുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ അയാളുടെ ലോകത്തിനെ നോക്കിക്കൊണ്ടേയിരിക്കുക, അയാളുടെ ലോകത്തിനെ കാണുക എന്ന് പറയുന്നത് ഇവിടെയാണ് ഒരാളുടെ ജീനിയസ് പ്രവർത്തിക്കേണ്ടത്, ഒരാളുടെ ബ്രില്യൻസ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ലോകത്തേക്ക് നമുക്ക് ആക്സസ് കിട്ടുകയും ആ കഥാപാത്രത്തിൻ്റെ ലോകത്തിലൂടെ നമുക്ക് കഥയെ കാണാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതിനാണ് നമ്മൾ പ്രോട്ടോടൈപ്പുകൾ എടുക്കുന്നത്. ആർക്കിടൈപ്പും പ്രോട്ടോടൈപ്പും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു കാര്യമാണ് സ്റ്റീരിയോ ടൈപ്പ്. സ്റ്റീരിയോ ടൈപ്പ് ഇസ് ലൈക്ക് വി ഷുഡ് നോട്ട് ഡൂ ഇറ്റ്, അങ്ങനത്തെ ഇല്ലേ. അതായത് നമ്മൾ അതിന് മലയാളത്തിൽ വാർപ്പ് മാതൃക എന്ന് പറയും. അതായത് ഒരു അച്ചിൽ ഉണ്ടാക്കി വെച്ച കഥാപാത്രങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വധു എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇവിടുത്തെ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാക്കി വെച്ച ഒരു സങ്കല്പമുണ്ട്. എന്താണ്, അവൾ നിറയെ പൊന്നിട്ട് പിന്നെ സാരിയെ കൊടുത്ത്, ദാറ്റ് ഈസ് എ സ്റ്റീരിയോ ടൈപ്പ്. സോ യു ബ്രേക്ക് ദാറ്റ് സ്റ്റീരിയോ ടൈപ്പ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു നേഴ്സിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ട്, അല്ലെങ്കിൽ ദർ ആർ സർട്ടൻ സ്റ്റീരിയോ ടൈപ്സ് ഇൻ പോപ്പുലർ ഇമാജിനേഷൻ. ഇപ്പോൾ പോപ്പുലർ കൾച്ചറിൽ, പോപ്പുലർ ഇമാജിനേഷനിലുള്ള ഇപ്പോൾ ബുദ്ധിജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജുബ്ബ ഇടണം,
കണ്ണട വെക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചില മറ്റേ ഒരു തോളിൽ തുണി സഞ്ചി ഇടണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ജേർണലിസ്റ്റിനെ കുറിച്ചും കവിനെ കുറിച്ചും ഒക്കെ അങ്ങനെയുള്ള സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള ഇമാജിനേഷൻസ് ഉണ്ട്. സോ യു സിംപ്ലി ബ്രേക്ക് ഇറ്റ്. ആ സോഷ്യൽ കണ്ടീഷനിങ്ങിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ആലോചിക്കുന്നു, എന്നിട്ട് അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നു. ദെൻ ദർ ഈസ് ദിസ് ഐഡിയ കാൾഡ് സ്റ്റോക്ക് ക്യാരക്ടേഴ്സ്. സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് ലൈക്ക് യുനോ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, ഇപ്പോൾ ഒരു ടാക്സി കാണിക്കുകയാണെങ്കിൽ ടാക്സിയിൽ ഡ്രൈവർ ഉണ്ടാവുമല്ലോ, ദാറ്റ് ഈസ് എ സ്റ്റോക്ക് ക്യാരക്ടർ. ഇപ്പോൾ നമ്മുടെ കാമുകനും കാമുകയും കൂടി ബോർഡർ ക്രോസ് ചെയ്യണം. ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടാവും, ചെക്ക് പോസ്റ്റിൽ ഒരു പട്ടാളക്കാരുണ്ടാവും, ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ ഭയങ്കര സ്വീറ്റായ ഒരു പട്ടാളക്കാരനാവാൻ സാധ്യതയില്ല. അയാൾ ഭയങ്കര പാസ്പോർട്ട് ഇവിടെ, വിസ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന റഫായ ഒരാളായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ദർ ആർ സർട്ടൻ ലിമിറ്റേഷൻസ്. നമുക്ക് അയാളെ കാണിക്കുന്നതിന് അയാളെ നമുക്കൊരു ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പിന്നെ 2 പേര് ഇരിക്കുകയാണ്, വെയിറ്റർ എന്തായാലും വരുമല്ലോ. അപ്പോൾ ദീസ് ക്യാരക്ടേഴ്സ് വാട്ട് വി കാൾ ദം സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ക്യാരക്ടേഴ്സിനെ എഴുതുമ്പോൾ അല്ലെങ്കിൽ അവതരിപ്പിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ലീഷയാണ്. എന്തായാലും വരും എന്ന് വെച്ചാൽ അയാൾക്കൊന്നും ചെയ്യാനില്ല, റോള് ചെയ്യുന്ന ആൾക്കും അറിയാം എനിക്കൊന്നും ചെയ്യാനില്ല എന്ന്. അപ്പോൾ ഇറ്റ് ബിക്കംസ് ചലഞ്ചിങ്. അപ്പോൾ നമ്മളതിന് ഹാവ് യു സീൻ ദ മൂവി ദ മൗണ്ടൻ ബിറ്റ്വീൻ അസ്? കേറ്റ് വിൻസ്ലെറ്റ് അഭിനയിച്ചിട്ടുള്ള പടമാണ്. പിന്നെ ആൻഡ് ദാറ്റ് ബ്ലാക്ക് ആക്ടർ സെർച്ച് ചെയ്ത് പറയാം. എനിവേ, മൗണ്ടൻ ബിറ്റ്വീൻ അസിൽ ഇറ്റ്സ് അബൌട്ട് 2 പീപ്പിൾ ഒരു മൗണ്ടൻ്റെ മീതെ, ഭയങ്കര ഫ്രോസൺ ആയ മൗണ്ടൻ്റെ മീതെ പ്ലെയിൻ ക്രാഷ് ചെയ്തിട്ട് പിന്നെ എന്നിട്ട് സർവൈവ് ചെയ്യും. ദേ സർവൈവ് ബിക്കോസ് ദേ ഫാൾ ഇൻ ലവ് വിത്ത് ഈച്ച് അതർ. 2 പേരും മാരീഡാണ്, 2 പേരും പ്രായമുള്ള ആളുകളാണ്. ഇവള് പിറ്റേ ദിവസം ഹസ്ബൻഡിന് എന്തോ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകണം, അങ്ങനത്തെ എന്ന് വെച്ചാൽ ഹാപ്പിലി മാരീഡാണ്, കോട്ട് ആൻഡ് കോട്ട്. അപ്പോൾ പിന്നെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി, ഇറ്റ്സ് എ വെരി ഫിലോസോഫിക്കൽ മൂവി. എന്നിട്ട് ഇവർ 2 പേരും കണ്ടുമുട്ടും. കുറേ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടുമുട്ടുന്ന സമയത്ത് ഇവർ കണ്ടുമുട്ടുന്നത് ഒരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദേ ആർ ഇൻറ്റൻസ്ലി ഇൻ ലവ് ബട്ട് ദേ ഹാവ് നെവർ ഡിസ്ക്ലോസ്ഡ് ഇറ്റ്. അപ്പോൾ ഇത് പറയണ സമയത്ത് അതിൻ്റെ കൃത്യം സമയത്ത് വെയിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എ വെരി ക്ലെവർ ബ്രില്യൻറ്റ് വേ ഓഫ് യൂസിങ് എ സ്റ്റോക്ക് ക്യാരക്ടർ. മനസ്സിലായോ? തങ്കം എന്ന് പറഞ്ഞ മൂവിയില്ലേ, അതിൽ പിന്നെ ഇവർ ബിജു മേനോൻ ഒരു വണ്ടി വിളിച്ചിട്ട് പോകണില്ലേ, ടാക്സി വിളിച്ചിട്ട് പോകണില്ലേ, കൈക്കൂലി കൊടുക്കുന്ന ഒരു സീനില്ലേ. അപ്പോൾ ആ കൈക്കൂലി കൊടുക്കുന്ന സീനിൽ ടാക്സി ഡ്രൈവർ ഇടപെടുന്നുണ്ട്. പോലീസുകാരനോട് അയാൾ പറയുന്നുണ്ട്, എന്തായാലും കൈക്കൂലി ഇല്ല, നിങ്ങൾ തരണത് വാങ്ങിയാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ഡിമാൻഡ് ചെയ്യണത്, ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് വാങ്ങണത്, ഗോൾഡ് ബിസിനസ്സാണ്. അപ്പോൾ അത് ആ സ്റ്റോക്ക് ക്യാരക്ടറിനെ ഒരു വ്യക്തിത്വമുള്ള കഥാപാത്രമാക്കി മാറ്റുന്നതിൻ്റെ ഒരു ഉദാഹരണമാണത്. പിന്നെ അയാളോട് ചോദിക്കുന്നുണ്ട്, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മുത്തപ്പേട്ട പോലീസ് സ്റ്റേഷനിൽ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടനൊന്ന് കൂടെ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇല്ല, എന്നെയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയാണ്. അപ്പോൾ ബേസിക്കലി വട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ഓരോ ക്യാരക്ടറിനും ഡെപ്ത് ഉണ്ട്, ഓരോ ക്യാരക്ടറിനും 3 ഡയമെൻഷണലാണ്. ഒരു ക്യാരക്ടറിന് സ്റ്റോറിയിൽ ഒരു സ്പേസ് ഉള്ളതിന് മുമ്പ് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഈ ബാക്ക് സ്റ്റോറിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. ഓരോ ക്യാരക്ടറിൻ്റെയും ബാക്ക് സ്റ്റോറി എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. മേ ബി വി ആർ നോട്ട് ഗിവിങ് ഇറ്റ് അവേ ടു ദ ഓഡിയൻസ് ഇൻ ദ സ്റ്റോറി ടെല്ലിങ്. മൂവിയിൽ അല്ലെങ്കിൽ റൈറ്റിങ്ങിൽ, കഥ പറച്ചിൽ നമ്മളത് പറയണുണ്ടാവില്ല, പക്ഷേ വി നോ ദാറ്റ് ദിസ് പേഴ്സൺ കംസ് ഫ്രം ദിസ് ബാക്ക്ഗ്രൗണ്ട്. അത് നമുക്ക് അറിഞ്ഞാൽ ആ കഥാപാത്രത്തിന് ഡെപ്ത് ഉണ്ടാവും. ദാറ്റ് ഈസ് വൈ മെനി പെർഫോമേഴ്സ്, മെനി ആർട്ടിസ്റ്റ്സ് ആർ റെഡി ടു ഡു ഈവൻ എ സിംഗിൾ ഷോട്ട് ക്യാരക്ടർ വിത്ത് ഗ്രേറ്റ് റൈറ്റേഴ്സ് ആൻഡ് വിത്ത് ഗ്രേറ്റ് മൂവി മേക്കേഴ്സ്. കണ്ടിട്ടില്ലേ? ഇപ്പോൾ അടൂരിൻ്റെ പടത്തിൽ അല്ലെങ്കിൽ ശ്യാം പുഷ്കർ എഴുതുന്ന പടത്തിൽ ഒരു ചെറിയ റോളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾ വലിയ ആക്ടേഴ്സ് വരെ അഭിനയിക്കാൻ തയ്യാറാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാം അതൊരു ചെറിയ റോളാണെങ്കിലും അത് ഭയങ്കര ക്യാരക്ടറായിരിക്കും എന്ന് അവർക്ക് അറിയാം. എന്തെങ്കിലും അതിൻ്റെ അകത്ത് അത് ഭയങ്കര ഡെപ്തുള്ള സോളുള്ള ഒരു ക്യാരക്ടറായിരിക്കും എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കഥയുടെ വെഹിക്കിളാണ്. നമ്മുടെ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ കഥേനെ മുന്നിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നത് ക്യാരക്ടറാണ്. ഈ സിനിമയുടെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ 2 തരത്തിലുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്. ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റും കോൺഫ്ലിക്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റും. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റിൽ നമ്മൾ വി പ്ലേസ് ദ ക്യാരക്ടേഴ്സ് ഇൻ എ കോൺഫ്ലിക്റ്റ്. ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റിൽ ക്യാരക്ടേഴ്സ് തന്നെ കോൺഫ്ലിക്റ്റിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒതെല്ലോ ഡെസ്ഡെമോണേനെ സംശയിക്കും, ഇയാഗോ വന്നിട്ട് സംശയിക്കും, എന്നിട്ട് അവളെ കൊല്ലും.
കോൺഫ്ലിക്റ്റ് ഡ്രിവൻ സ്ക്രിപ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി കോൺഫ്ലിക്റ്റ് എക്സിസ്റ്റ് ചെയ്യണ ഒരു സ്ഥലത്ത് നമ്മൾ ഈ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്താൽ മതി. ഉദാഹരണത്തിന് കലാമിറ്റി മൂവീസ്. കോൺഫ്ലിക്റ്റ് ആണ്, അതായത് ക്യാരക്ടറല്ല പ്രശ്നം ഉണ്ടാക്കുക. ക്യാരക്ടർ ഇപ്പോൾ മലയൻ കുഞ്ഞ്, അവിടെ ഒരു ഉരുൾപൊട്ടൽ നടക്കുന്ന, ഒരു ലാൻഡ് സ്ലൈഡ് നടക്കുന്ന ഒരു സ്പേസിൽ ഒരു മലന്റെ മീതെ ക്യാരക്ടറിനെ കൊണ്ടുവച്ചാൽ മതി, അപ്പോൾ കഥ ഉണ്ടാവും. വൈറസ്, ക്യാരക്ടേഴ്സ് പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല, അത് നടക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ അവിടെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോയി വെച്ചാൽ മതി. എനി കലാമിറ്റി മൂവീസ്, ടു ഗിവ് എ വെരി സിമ്പിൾ സ്ട്രൈറ്റ് ഫോർവേഡ് എക്സാമ്പിൾ. അപ്പോൾ ബേസിക്കലി ക്യാരക്ടേഴ്സാണ് നമ്മുടെ കഥനെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ക്യാരക്ടേഴ്സ് വീക്കായാൽ കോൺഫ്ലിക്റ്റോ കഥയോ എത്ര നന്നായിട്ടും കാര്യമില്ല, സെറ്റിംഗ് എത്ര നന്നായിട്ടും കാര്യമില്ല. ക്യാരക്ടേഴ്സിന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ബേസിക്കലി ദർ ആർ മെനി സ്റ്റഡീസ്, നമ്മൾ കൊണ്ടുപോവുക ക്യാരക്ടേഴ്സിനെയാണ്. പടം കഴിഞ്ഞിട്ട്, സിനിമ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കഥ കഴിഞ്ഞിട്ട്, നോവൽ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരി ചെയ്യണത് ക്യാരക്ടേഴ്സിനെയാണ്. അപ്പോൾ ക്യാരക്ടേഴ്സ് നമുക്ക് തരുന്ന ഇൻസൈറ്റാണ്, ആ ക്യാരക്ടേഴ്സ് നമുക്ക് തരുന്ന റിഫ്ലക്ഷൻസ് ആണ്. ആ ക്യാരക്ടേഴ്സ് നമ്മുടെ ജീവിതത്തിന് മുന്നിൽ, നമുക്ക് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ കാണാൻ വേണ്ടിയിട്ട് പിടിച്ചു തന്ന കണ്ണാടികളാണ് ഒരു കഥയെ മികച്ച കഥയാക്കി മാറ്റുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് ഇനി കൂട്ടിച്ചേർക്കാനുള്ളത് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയയാണ്. ഇപ്പോൾ കഥാപാത്രത്തിനെ പറ്റി പറഞ്ഞു, സെറ്റിംഗ് പറഞ്ഞു, അതല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞത് പ്ലോട്ടും സ്റ്റോറിയുമാണ്. പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ ഒരു കഥയെ കഥയാക്കി മാറ്റുന്നത് ആ കഥാപാത്രത്തിൻ്റെ ഒരു ജേണിയിൽ കഥാപാത്രത്തിന് ഒരു ഗോൾ ഉണ്ടാവും. ആ കഥാപാത്രത്തിൻ്റെ ഗോളിൻ്റെ അകത്ത് ചില പ്രതിസന്ധികൾ വരും. അതാണ് ഒരു കഥയെ കഥയാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മളിതിനെ കോൺഫ്ലിക്റ്റ് തിയറി എന്ന് പറയാം. രണ്ട് തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റും എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റും. ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഒരാളുടെ ദുരന്ത ഹേതുവായ ട്രാജിക് ഫ്ലോ എന്ന് ഇംഗ്ലീഷിൽ പറയും. ചില ക്യാരക്ടറിസ്റ്റിക്സ് അയാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഒഥല്ലോയുടെ സംശയം പോലെ, ഹാംലെറ്റിൻ്റെ ഇൻഡിസിഷൻ പോലെ, മാക്ബത്തിൻ്റെ ലെസ്റ്റ് ഫോർ പവർ പോലെ. അയാൾക്ക് ആൾറെഡി പവർ ഉണ്ട്, പക്ഷെ അയാൾക്ക് കൂടുതൽ പവർ വേണം. അപ്പോൾ ഈ ദുരന്ത ഹേതു അയാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ദുരന്തത്തിലേക്ക് നയിക്കുന്ന, ആത്യന്തികമായി ട്രാജഡിയിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ കഥാപാത്രത്തിനും ആ കഥാപാത്രത്തിൻ്റെ തന്നെ ഉള്ളിൽ നിന്ന് ആ ദുരന്തത്തിലേക്ക് ട്രിഗർ ചെയ്യുന്ന, ദുരന്തത്തിലേക്ക് ഹേതുവായിത്തീരുന്ന ചില സ്വഭാവ വിശേഷങ്ങൾ അതിൽ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുമ്പോൾ, ആ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിലൂടെ അയാളെ കടത്തിവിടുന്നു. ഈ കോൺഫ്ലിക്റ്റിന് ശേഷം അയാൾ ഒരു മാറിയ മനുഷ്യനായിത്തീരുന്നു. ഈ മാറിയ മനുഷ്യനായിത്തീരുന്നതിനെ നമ്മൾ ക്യാരക്ടർ ആർക്ക് അല്ലെങ്കിൽ നരേറ്റീവ് ആർക്ക് എന്ന് പറയും. അതായത് നമ്മളുടെ കഥയുടെ തുടക്കത്തിൽ കണ്ട മുയലായിരിക്കില്ല കഥയുടെ അവസാനത്തിലെത്തുന്ന മുയൽ. കഥയുടെ തുടക്കത്തിലുള്ള സിന്ദബാദ് അല്ല കഥയുടെ ഒടുക്കത്തിലുള്ള സിന്ദബാദ്. കഥയുടെ തുടക്കത്തിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കാണുന്ന ഷെഹരിയാർ ചക്രവർത്തിയല്ല. 1001 രാവുകൾ കഴിഞ്ഞ് കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞ് ഷെഹർസാദയെ കല്യാണം കഴിച്ച് 1002ാമത്തെ രാവിൽ ഒരു കഥയും വേണ്ടാതെ കിടന്നുറങ്ങുന്ന രാജാവ് ഒരു മാറിയ രാജാവാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ, ഒരു ചെറിയ ചേഞ്ച്, ഒരു അടിമുടി മാറ്റമല്ല, ആ ആർക്കിടൈപ്പിൽ തന്നെ നിന്നുകൊണ്ടുള്ള ഒരു ചേഞ്ച് എല്ലാ കഥാപാത്രത്തിനും ഉണ്ടാവും. നമ്മളിതിൻ്റെ നരേറ്റീവ് ആർക്ക്, ഒരു ക്യാരക്ടർ ആർക്ക് എന്ന് പറയും. ഇപ്പോൾ സുഡാനി ഫ്രം നൈജീരിയയിലെ നല്ല സിനിമയാക്കി മാറ്റുന്നത് മജീദിൻ്റെ ആ ക്യാരക്ടർ ആർക്കാണ്. മജീദ് ഉപ്പാനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ആണ് അയാളുടെ ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു മാറ്റം, ഏതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം ഒരാൾക്ക് ഉണ്ടാവുക അത്രയും ഇൻറ്റൻസ് ആയ ഒരു മോറൽ ക്വസ്റ്റ്യൻ, ഒരു മോറൽ പ്രോബ്ലം അയാൾ ഫേസ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ സുഡാനി ഫ്രം നൈജീരിയയിൽ മജീദ് എന്ന് പറയുന്ന സൗബീൻ ഷാഹിർ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഫേസ് ചെയ്യുന്ന മോറൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷുഡ് ഐ കൺസിഡർ ദിസ് പേഴ്സൺ ആസ് മൈ ഓൺ ഡാഡ് എന്നുള്ളതാണ്. ആൻഡ് ഹി വാസ് നോട്ട് റെഡി ഫോർ ദാറ്റ്. അപ്പോൾ ഹി വാസ് അണ്ടർഗോയിങ് ദാറ്റ് മോറൽ പ്രോബ്ലം ആൻഡ് ഹി റിസോൾവ്സ് ദാറ്റ് മോറൽ പ്രോബ്ലം ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ മൂവി. ആൻഡ് ദാറ്റ് ഈസ് ദ ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് ടു ഹിം ആൻഡ് ദാറ്റ് മേക്സ് ഇറ്റ് എ ഗുഡ് നാരേറ്റീവ്. അപ്പോൾ ഒരു നിങ്ങൾ എല്ലാ മൂവീസും ട്രാവൽ മൂവീസാണെന്ന് പറയാറുണ്ട്. ട്രാവൽ ചിലപ്പോൾ ഹൊറിസോണ്ടൽ ആയിരിക്കും, ചിലപ്പോൾ ഇൻറ്റേർണൽ വെർട്ടിക്കൽ ആയിരിക്കും. അപ്പോൾ ഏത് ട്രാവലിനകത്തും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും, ഒരു സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ചിലേക്കാണ് ആ ചേഞ്ച് ഉണ്ടാവുക ഈ കോൺഫ്ലിക്റ്റ് എത്ര ഇൻറ്റൻസ് ആണെന്നുള്ളതിനാണ്. ആക്ച്വൽ കോൺഫ്ലിക്റ്റ് എപ്പോഴും ഒരു കഥാപാത്രത്തിൻ്റെ മോറൽ കോൺഫ്ലിക്റ്റ് ആണ്. മോറൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒഥല്ലോയുടെ മോറൽ കോൺഫ്ലിക്റ്റ് എന്താണ്? ഭാര്യയായിട്ടുള്ള സംശയവും സ്നേഹവും. ഇതാണ് അയാളുടെ മോറൽ കോൺഫ്ലിക്റ്റ്. മാക്ബത്തിൻ്റെ മോറൽ കോൺഫ്ലിക്റ്റ് എന്താണ്?
അയാൾക്ക് ആൾറെഡി പവർ ഉണ്ട്, അയാൾക്ക് കൂടുതൽ പവർ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോറൽ കോൺഫ്ലിക്റ്റ് എല്ലാ കഥാപാത്രത്തിനും. കാരണം എല്ലാ മനുഷ്യനും മോറൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ചെറുതോ വലുതോ ആയ മോറൽ കോൺഫ്ലിക്റ്റ്, എത്തിക്കൽ കോൺഫ്ലിക്റ്റ്, ഫിലോസഫിക്കൽ കോൺഫ്ലിക്റ്റ് ലോകത്തുള്ള എല്ലാ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യനും, എല്ലാ ജീവികൾക്കും ഒരുപക്ഷെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോൺഫ്ലിക്റ്റുമായിട്ട് നമ്മളുടെ കോൺഫ്ലിക്റ്റിനെ റിലേറ്റ് ചെയ്യാനാണ് എല്ലാ ഓഡിയൻസും ശ്രമിക്കുക. അതുകൊണ്ടാണ് ഏലിയൻസ് വരുന്ന മൂവീസ് നമ്മളെ ഏലിയനേറ്റ് ചെയ്യുന്നത്. അവർക്ക് അങ്ങനെ ഒരു എത്തിക്കൽ കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല. ഒരു വരുന്നു, കൊല്ലുന്നു, പോകുന്നു. അപ്പോൾ അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ അവതാറിൻ്റെ ഒക്കെ ഒരു രസം അതാണ്. അവർ ഏലിയൻസ് ആണെങ്കിലും ഒരു മനുഷ്യനെ പോലെ, മനുഷ്യൻ്റെ ഇമോഷണൽ വേൾഡാണ് പിടിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ ഇമോഷണൽ വേൾഡ് ആകുമ്പോൾ മനുഷ്യൻ്റെ എല്ലാ ഇമോഷണൽ ക്രൈസിസും അവർക്കുണ്ട്, മനുഷ്യൻ്റെ എല്ലാ മോറൽ ക്വസ്റ്റ്യൻസും അവർക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് മനുഷ്യനല്ലാത്ത ജീവിയാണെങ്കിലും നമുക്ക് മനുഷ്യനായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളുടെ കഥകളിൽ കുറുക്കനും പൂച്ചക്കും പുലിക്കും ഒക്കെ മനുഷ്യൻ്റെ ഇമോഷൻസും മനുഷ്യൻ്റെ മോറൽ ക്വസ്റ്റ്യൻസും കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോഴേ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മെറ്റഫറാണെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിനെ ഇൻറ്റൻസ് ആക്കുമ്പോൾ മോറൽ ക്വസ്റ്റ്യൻ ഡീപ്പാവും. കോൺഫ്ലിക്റ്റിനെ നമ്മൾ ലെയർഡാക്കി ഈ കോംപ്ലിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥാർസിസ് ഉണ്ടാക്കാനാണ്. കഥാർസിസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ആ ഇൻവോൾവ്മെൻ്റ് ആണ്. അതായത് ആളുകൾ, കഥാർസിസ് ഇസ് എ ഗ്രീക്ക് വേർഡ്, പിന്നെ ഇംഗ്ലീഷിൽ പർഗേഷൻ എന്ന് പറയും, ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ, മലയാളത്തിൽ വിമലീകരണം, വൈകാരിക വിമലീകരണം. അപ്പം നമുക്ക് ഒരു വൈകാരിക വിമലീകരണം സംഭവിക്കേണ്ടതുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ചിരി വരണം, അല്ലെങ്കിൽ കരച്ചിൽ വരണം, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം, അല്ലെങ്കിൽ ഒരു ഹൊറർ മൂവി ആണെങ്കിൽ പേടിക്കണം. ഇതാണ് അതിൻ്റെ വൈകാരിക വിമലീകരണം എന്ന് പറഞ്ഞത്. അതായത് മനുഷ്യൻ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ച പലതരത്തിലുള്ള ഇമോഷൻസിനെ റിലീസ് ചെയ്ത് വിടാനുള്ള ഒരു അവസരമായിട്ട്, അതായത് ഒരു തെറാപ്യൂട്ടിക് എക്സ്പീരിയൻസ്, ഒരു സ്റ്റോറിക്ക് ഒരു ഹീലിംഗ് ആസ്പെക്റ്റും കൂടി, ഒരു ഹീലിംഗ് റോളും കൂടി ഉണ്ട്. അതായത് കഥകൾ നമ്മളോട് ഈ ലോകത്ത് നമ്മൾ ഒറ്റക്കല്ലാന്നും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏകാന്തതകളും അലച്ചിലുകളും അനാഥത്വങ്ങളും ഒക്കെ നമുക്ക് മുമ്പ് ധാരാളം മനുഷ്യർ അനുഭവിച്ചിട്ടുണ്ടെന്നും നമ്മൾ കടന്നു പോകുന്ന ഒരു മോറൽ കോൺഫ്ലിക്റ്റ്, ഒരു മോറൽ ക്വസ്റ്റ്യൻ, ഒരു മോറൽ ഡയലമ ചരിത്രത്തിൽ ആദ്യമായി ഞാൻ അനുഭവിക്കുന്നതല്ല എന്നും നമ്മളോട് പറഞ്ഞു തരും. നമുക്ക് മുമ്പുള്ള ധാരാളം മനുഷ്യർ ഇതുപോലെയുള്ള മോറൽ ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്തിട്ടുണ്ടെന്നും ഇതുപോലെയുള്ള സ്പിരിച്വൽ ഡയലമാസിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നും നമ്മളെടുത്ത് റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് മഹത്തായ കല, മഹത്തായ സാഹിത്യം, മഹത്തായ കഥ എപ്പോഴും ചെയ്യുക. അപ്പോൾ അത് നമ്മളെ പ്രത്യേക തരത്തിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കി മാറ്റും. ഒരു പ്രത്യേക തരത്തിൽ നമ്മളുടെ ഏകാന്തതയെ ഡൈല്യൂട്ട് ചെയ്യും. നമ്മളുടെ ഏകാന്തത, വി ആർ നോ ലോങ്ങർ എലോൺ എന്ന് നമുക്ക് തോന്നും. ദർ ആർ പീപ്പിൾ വിത്ത് ഹൂം ഐ ക്യാൻ അസോസിയേറ്റ് വിത്ത്. അപ്പോൾ നമുക്ക് സ്പിരിച്വലി, ഫിലോസഫിക്കലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യർ, ആ സിനിമയിലെ കഥാപാത്രം നമ്മളുടെ ഒരു ഫ്രണ്ടായി മാറും. നല്ല സിനിമ ഒരു നല്ല സുഹൃത്തിനെ കാണുന്ന പോലെയാണല്ലോ. നല്ലൊരു സിനിമ കാണുന്നുണ്ടെങ്കിൽ ഒരു നല്ല സുഹൃത്തിനെ കിട്ടുന്ന പോലെയാണ്. ഇറ്റ് ആൻസേഴ്സ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇറ്റ് ഗിവ്സ് എസ് റിലീഫ്. അത് നമ്മളെ കൺസോൾ ചെയ്യുന്നു, അത് നമ്മളോട് നീ ഒറ്റക്കല്ല ഈ ലോകത്ത് എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു കാര്യം ആണ് കഥാർസിസ് എന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾക്ക് കഥാർസിസ് ആവശ്യമുണ്ട്. കാരണം ആളുകൾ, മെനി ഫിലോസഫേഴ്സ് സേ ടു ബി അലൈവ് ഇസ് ടു ബി വൂണ്ടഡ്. ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മുറിവേൽക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ മനുഷ്യർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശമനം, ഹീലിംഗ് ആവശ്യമുണ്ട്. അപ്പോൾ അത് കഥകളിലൂടെ അത് പോസിബിളാണ്. അനുജീവ് എന്നുള്ള ക്യാരക്ടറിലാണ് ആളെ സഫർ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ വായിക്കുന്ന സമയത്ത് തോന്നി നമ്മളൊക്കെ എത്രയോ ആ ഒരു ഇതിലാണ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു വന്ന ഐഡിയ. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം തന്നെ, കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത കഥയൊന്നും കഥയല്ല. കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കഥയുള്ളൂ. ലോകത്ത് സമാധാനത്തോടെ ജീവിച്ച ഒരാളും ആത്മകഥ എഴുതാറില്ല. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ച മനുഷ്യന്മാരൊന്നും ആത്മകഥ എഴുതാറില്ല. ആത്മകഥ എഴുതാറുള്ളതൊക്കെ കോൺഫ്ലിക്റ്റിലൂടെ കടന്നുപോയ, പ്രതിസന്ധികളോട് പടവെട്ടിയ മനുഷ്യന്മാർ മാത്രമേ ആത്മകഥയും ജീവചരിത്രങ്ങളൊക്കെ എഴുതാറുള്ളൂ. അല്ലെങ്കിൽ അത് ഭയങ്കര ബോറായിരിക്കുമല്ലോ, അതിൻ്റെ അകത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ കഥ പറയണതും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ആളുകളെ ആ കോൺഫ്ലിക്റ്റിലേക്ക് ഡ്രാഗ് ചെയ്ത്, അതിൻ്റെ അകത്ത് ട്രാപ്പ് ചെയ്ത്, അതിൻ്റെ അകത്ത് ഇട്ട് അവരെ ടെൻഷൻ അടിപ്പിച്ച്. അപ്പോൾ ഇത് ആളുകൾക്ക് അവരുടെ ജീവിതത്തിലുള്ള ടെൻഷനുമായിട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക്
they will be able to make sense of their own conflicts. That's a great service to humanity. അപ്പോൾ അതാണ് കഥ പറച്ചിലിൻ്റെ ഒരു ന്യായം എന്ന് പറയുന്നത്. ആളുകളിങ്ങനെ ബേജാറാക്കുന്നതിൻ്റെ, ടെൻഷൻ അടിപ്പിക്കുന്നതിൻ്റെ ഒരു ന്യായം എന്ന് പറയുന്നത്. അത് പക്ഷേ സെൻസിബിളായിട്ട് ചെയ്യണം എന്നേ ഉള്ളൂ. ക്ലിഫ് ഹാങ്ങേഴ്സ് പോലുള്ള ഭയങ്കര സെൻസേഷണലായ ആളുകളെ, എന്താ പറയുക, ആളുകളുടെ ചീപ്പ് ഫീലിങ്സിനെ, മീൻ ഫീലിങ്സിനെ അബ്യൂസ് ചെയ്യുന്ന തരത്തിൽ അതിനെ ഉപയോഗിക്കാൻ പാടില്ല. മനുഷ്യന് പലതരം ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ അതിനെ വളരെ നോബിളായിട്ട്, വളരെ റെസ്പെക്റ്റ്ഫുള്ളി അതിനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യമുള്ളൂ. അത് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു എത്തിക്കൽ പാർട്ടിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനി വരുന്നത് സെറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റോറി വേൾഡ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ കഥ എവിടെ വെച്ച് പറയുന്നു, എങ്ങനെ പറയുന്നു എന്നതും കഥയെ എൻഹാൻസ് ചെയ്യുന്ന, കഥയുടെ മൂഡിനെ, ഇമോഷൻസിനെ എൻഹാൻസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾക്കൊരു കഥ മരുഭൂമിയിൽ വെച്ച് പറയാം. ഒരു ഡെസേർട്ട് ആൻഡ് ഐസ് ആർ ദ പ്ലേസസ് വെയർ ഓൺലി ദ ടഫ് സർവൈവ്. People go there to die. Typically, people go there and die. It's very hard to survive. സിനിമയിൽ കാണാൻ മാത്രമല്ല ഈ മഞ്ഞ് വീണതൊക്കെ രസമുള്ളൂ. ആക്ച്വലി ഇഫ് യു ഗോ there, it's not beautiful at all. It's very tough. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ള ആളുകളാണ് അവിടെ സർവൈവ് ചെയ്യുക. അപ്പോൾ യു പ്ലേസ് എ ക്യാരക്ടർ ഇൻ എൻ ഐസ്, അല്ലെങ്കിൽ ഒരു ഐസ്ലാൻഡിൽ ഒരു സ്നോവിങ് ആയിട്ടുള്ള ഒരു മൗണ്ടൻ്റെ മീതെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ one of the problems, one of the challenges for a storyteller is that a story move ചെയ്യൂല. പിന്നെ മൂവ് ചെയ്യാൻ അവിടെ, if you place a character in a desert or in a snowy mountain, പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല അവിടെ. അപ്പോൾ സ്റ്റോറീനെ മൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറി വേൾഡിനെ നമ്മൾ യൂസ് ചെയ്യണമോ, അല്ലെങ്കിൽ വി ക്യാൻ പ്ലേസ് ദ സെയിം സ്റ്റോറി ഇൻ എൻ ഓഷ്യൻ. ഒരു ഓഷ്യൻ്റെ ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു 2 ഡയമെൻഷനലായ സർഫസ് ഉണ്ട്, അതിനൊരു 3 ഡയമെൻഷനലായ സർഫസും ഉണ്ട്. ബേസിക്കലി ഇപ്പോൾ താഴേക്ക് പോകുന്ന ലെയേഴ്സ് ഉണ്ട്, ഷാർക്സ് ഉണ്ട്, പവിഴപ്പുറ്റുകളുണ്ട്, കോറൽ റീഫ്സ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കടലിൽ നമ്മളിങ്ങനെ നേരെ കാണുമ്പോൾ ഒരു ഫ്ലാറ്റ് ടേബിൾ പോലെ കിടക്കുന്ന ഒരു സർഫസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മീതെ നിങ്ങൾക്ക് ഒരു ഒഡീസി വെക്കാം, യുലീസസ് ഉണ്ടാവാം, ഓൾഡ് മാൻ ആൻഡ് സീ ഉണ്ടാവാം, ലൈഫ് ഓഫ് പൈ ഉണ്ടാവാം, ടൈറ്റാനിക് ഉണ്ടാവാം. പക്ഷേ അടിയിൽ വേറൊരു വേൾഡും ഉണ്ട്. ഇത് ഈ കടൽ എന്ന് പറയുന്നത് സിംബോളിക്കായ ഒരു കാര്യമാണ്. അതിനെ നിങ്ങൾക്ക് പിന്നെ സിറ്റിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ യു സീ ഒരു സിറ്റീൻ്റെ ഒരു ഔട്ടർ ലെയർ ഉണ്ട്, അതിനൊരു അണ്ടർബെല്ലി ഉണ്ട്, അതിനൊരു അണ്ടർ വേൾഡ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഷാർക്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് ബ്യൂട്ടിഫുള്ളായ കോറൽ റീഫ്സും ഉണ്ട്. അപ്പോൾ രാത്രി മാത്രം ഉണരുന്ന ഒരു ജീവിതം നഗരത്തിനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ ഓഷ്യൻ്റെ ഈ സാധ്യത, ഓഷ്യൻ എന്ന് പറയുന്ന ഈ മെറ്റഫോറിക്കലായ സ്റ്റോറി വേൾഡിനെ നമുക്കൊരു ഓഷ്യാനിക് ടൗൺഷിപ്പിന്, ഒരു കോസ്റ്റൽ ടൗൺഷിപ്പിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ആണ് മേക്കിംഗ് സെൻസ്? അപ്പോൾ അതേപോലെ തന്നെയാണ് മൗണ്ടൻ എന്ന് പറയുന്ന ഒരു സ്റ്റോറി വേൾഡ്. മൗണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൗണ്ടനിയർ ഓൺലി ഗോസ് ദിയർ, ഓർ എ മോങ്ക് ഗോസ് ദിയർ, ഓർ എ നൺ ഗോസ് ദിയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഗോ ദിയർ ഓൺലി വെൻ യു ആർ സോ ഡീപ്ലി ഇൻസ്പയർഡ്. അതർവൈസ് വൈ ഷുഡ് യു ഗോ ടു എ മൗണ്ടൻ? അവിടെ ദർ ഇസ് നോ സിവിലൈസേഷൻ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ഇന്റേണലി റിസോഴ്സ്ഫുൾ ആണെങ്കിൽ മാത്രമേ അവിടെ പോവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഹയർ ആയ ഒരു ഒബ്ജക്റ്റീവ് ഉള്ള ആൾ മാത്രമേ മൗണ്ടനിയറിങ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ മൗണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you know, when the going gets tough, the tough get going. Otherwise you can't go there. And when you reach there, you feel like you have conquered the world. You feel like you have conquered your own soul. Actually നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ഒരു മൗണ്ടനെയാണ് നിങ്ങൾ കയറുന്നത്. അതാണല്ലോ മൗണ്ടനിയറിങ്ങിൻ്റെ ഒരു സിംബോളിസം. അപ്പോൾ നമ്മൾ തന്നെ ഉള്ളിലുള്ള ഒരു ബീസ്റ്റിനെയാണ് നമ്മൾ കോൺകർ ചെയ്യണത്. അപ്പോൾ അവിടെ പക്ഷേ you can take this idea of mountain to a vertical city like New York or Dubai. You take Dubai, it's inevitably a vertical city. So basically you have this Burj Khalifa and all those things, and the guy who sits on top of it, a CEO, is like a mountaineer. അപ്പോൾ അയാൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ എത്തുന്നത്. അപ്പോൾ ഒന്ന് സ്ലിപ്പായാൽ ലൈക്ക് എ മോങ്ക്, ലൈക്ക് എ മൗണ്ടനിയർ, അയാൾ താഴെ വീണ് നടുവൊടിയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഐഡിയനെ നിങ്ങൾ യു ക്യാൻ പ്ലേസ് ഇറ്റ് എനിവെയർ, ആൻഡ് യു ടേക്ക് എൻ ഐഡിയ കാൾഡ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി വേൾഡ് ഉണ്ട്. സോ ഐലൻഡ് ഇസ് ലൈക്ക് ഐലൻഡിൻ്റെ ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ എല്ലാ തരം എലിമെൻസിനെയും നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് തന്നെ ഭയങ്കര ഡൈവേഴ്സായ കഥാപാത്രങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാം. ഒരു കാലത്ത് രക്ഷപ്പെടാൻ പറ്റില്ല, പക്ഷെ ഇപ്പോൾ വന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ.
അവിടുന്ന് ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പെട്ടെന്ന് മിസ്സിങ് ആവാം. തോണിയൊന്നും മിസ്സിങ് ആയിട്ടില്ല, പക്ഷേ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും മിസ്സിങ് ആയി. എന്ത് സംഭവിച്ചത്? മനസ്സിലായോ? ദാറ്റ്സ് ഹൗ ആ മിസ്റ്ററിയിൽ ഒരു കഥ ഉണ്ട്. ആ മിസ്റ്ററിയിൽ നിന്ന് ഒരു കഥ ഉണ്ടാവുന്നു. ഒരു സെയിലർ, ലാംഗ്വേജ് അറിയാത്ത ഒരു സെയിലർ ഒരു ദിവസം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ആ മിസ്റ്ററിയിൽ നിന്ന് നമുക്കൊരു കഥ ഉണ്ടാക്കാം. അപ്പോൾ ബേസിക്കലി ഈ ഐലൻഡ് എന്ന് പറയുന്ന ഐഡിയ ഇറ്റ് ക്യാൻ ആൾസോ ബി അബൌട്ട് കമ്മത്ലയിൽ താമസിക്കുന്ന ബ്രാഹ്മിൻസിനെ പറ്റി ആവാം. യു ഗെറ്റ് ഇറ്റ്? അല്ലെങ്കിൽ യു ടേക്ക് ദ സർദാർജീസ് ഓഫ് കാലിക്കറ്റ്, അല്ലെങ്കിൽ ദ ബോറ കമ്മ്യൂണിറ്റി ഓഫ് കാലിക്കറ്റ്. ദേ ആർ ലിവിങ് ലൈക്ക് ഇൻ ആൻ ഐലൻഡ്, റൈറ്റ്? യു ഗെറ്റ് ഇറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. ചുറ്റും വേറെ കടലുണ്ട്, പക്ഷെ ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ ഐലൻഡ് എന്ന് പറയുന്ന സ്റ്റോറി വേൾഡിനെ വി പ്ലേസ് ഇറ്റ്, we can also use it in a literal sense. There are many movies you may be remembering, from Castaway to there are hundreds of movies. Island എന്ന് പറഞ്ഞ ഐഡിയനെ ലിറ്ററലി ഉപയോഗിക്കണം. Did you watch Banshees of Inisherin? Banshees of Inisherin is placed in an island because ഒരാൾ, when somebody says that I can't be a friend of yours any longer, then this person doesn't have another person to talk to because they live in an island and it's a small place. അപ്പോൾ ആ ഏകാന്തതയെ, അയാളുടെ ലോസ് ഓഫ് ഫ്രണ്ട്ഷിപ്പിനെ, സെപ്പറേഷനെ ഇൻറ്റൻസ് ആക്കാൻ ആ ഐലൻഡിൽ പ്ലേസ് ചെയ്താലാണ് പറ്റുക. അതർവൈസ് ഇറ്റ് കുഡ് ഹാവ് ആൾസോ ബി പ്ലേസ്ഡ് ഇൻ എ സിറ്റി. കഥക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം, കഥ റെലവൻ്റ് ആണ്. പക്ഷെ ആ കഥയെ ആ സ്റ്റോറി വേൾഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ ആ ഇമോഷൻ ഇൻറ്റൻസ് ആവും. ലോൺലിനെസ് എന്ന് പറയുന്ന അയാൾ അനുഭവിക്കുന്ന പ്രശ്നം അതാണല്ലോ. ആ ലോൺലിനെസ് എന്ന് പറയുന്ന ആ അനുഭവത്തിനെ ഇൻറ്റൻസ് ആക്കിയിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാൻ ആ കഥയെ ഒരു അയർലൻഡിലെ ഒരു സ്മോൾ ഐലൻഡിൽ പ്ലേസ് ചെയ്യുന്നതോടുകൂടി ഇറ്റ് ബിക്കംസ് വെരി ഇൻറ്റൻസ്. അപ്പോൾ നമുക്ക് സ്റ്റോറി വേൾഡിനെ, ദെൻ കംസ് ദ സ്റ്റോറി വേൾഡ് ഓഫ് ഫോറസ്റ്റ് ഓർ ജംഗിൾ. Forest or jungles are like natural cathedrals. They are beautiful, they are calm and quiet, but at the same time there are beasts as well. There are wild animals as well. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയ ഡേഞ്ചേഴ്സ്, ചിലപ്പോൾ അതൊരു നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് പതിയിരിക്കുന്ന ഒരു വൈപ്പറോ കോബ്രയോ ആവാം, അല്ലെങ്കിൽ ഒരു പൈത്തൺ ആവാം, അനക്കോണ്ട ആവാം, ഒരു കുഴിയാവാം. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഭയങ്കര പീസ്ഫുൾ ആണ്, കാം ആൻഡ് ക്വയറ്റ് ആണ്. പക്ഷെ അതിനകത്ത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ഡേഞ്ചേഴ്സും ഉണ്ട്. യു ടേക്ക് ദ മൂവി ലൈക്ക് ഇൻ ടു ദ വൈൽഡ്, വാഗബോണ്ട്, ഒരുപാട് മൂവീസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എഗെയിൻ ഇതിനെ ലിറ്ററൽ ആയിട്ടല്ലാതെ നമുക്ക് മെറ്റഫോറിക്കലി ഒരു സിറ്റിയിലും നമുക്കിതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഫോറസ്റ്റ് എന്ന് പറയുന്ന ഐഡിയ, അല്ലെങ്കിൽ ജംഗിൾ എന്ന് പറയുന്ന ഐഡിയ. അപ്പോൾ പിന്നുള്ളത് പ്ലെയിൻ ആണ് സ്റ്റോറി വേൾഡ് ആയിട്ട് വരിക. നമ്മളിപ്പോൾ സംസാരിക്കുന്ന മുഴുവൻ നാച്ചുറൽ സ്റ്റോറി വേൾഡിനെ കുറിച്ചാണ്. പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമതലങ്ങൾ. ദാറ്റ്സ് വെയർ പീപ്പിൾ ഡു ഫാമിംഗ്, പീപ്പിൾ ഫൈറ്റ് ഫോർ ഫ്രീഡം, പീപ്പിൾ ബിൽഡ് സിവിലൈസേഷൻസ് ആൻഡ് സിറ്റീസ്. സോ ടിപ്പിക്കലി പ്ലെയിൻസ്. അപ്പോൾ അങ്ങനത്തെ കഥകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങൾ ചൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ കഥ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റോറി വേൾഡ് എടുക്കുന്നതിനകത്ത് ചില ലോജിക്കലായ ഈ ഇമോഷൻസിനെ, നമ്മൾ പറയാൻ പോകുന്ന സെറ്റ് ചെയ്യുന്ന മൂഡ്സിനെ കൺവേ ചെയ്യുന്ന, അതിനെ എൻഹാൻസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അത് നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുന്നതാണ്. ഇൻ വെതർ ആൾസോ, ഏത് വെതറിൽ പ്ലേസ് ചെയ്യണം എന്നുള്ളത് നമ്മളങ്ങനെ കോൺഷ്യസ്ലി തീരുമാനിക്കുന്നതാണ്. ഇപ്പോൾ സെപ്പറേഷനെ ഇൻറ്റൻസ് ആക്കുന്ന വെതർ എന്തായിരിക്കും? കേരളത്തിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് മഴക്കാലമായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഇമോഷനെ കുറച്ചും കൂടി ഇൻറ്റൻസ് ആക്കും. അപ്പോൾ നമ്മൾ എല്ലാ എലിമെൻസും ഒരു സ്റ്റോറി ടെല്ലർ എന്നുള്ള നിലക്ക് ഉപയോഗിച്ചിട്ട് ലൈഫിനോട് ഏറ്റവും ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള, ലൈഫിൻ്റെ ഒരു കോറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഏറ്റവും സത്യസന്ധമായ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പല സന്ദേശങ്ങൾ, ആളുകൾക്ക് പല ഉൾക്കാഴ്ചകൾ, പല വ്യാഖ്യാനങ്ങൾ, പല അർത്ഥസാധ്യതകൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് സ്റ്റോറി വേൾഡിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആർട്ടിഫിഷ്യൽ സ്റ്റോറി വേൾഡ് അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് സ്റ്റോറി വേൾഡ് എന്ന് പറയുന്നത് ഒന്ന് ഓഫ് കോഴ്സ് ദ ഹൗസ്, പിന്നെ അതായത് ദർ ആർ മെനി ഇൻഡോർ മൂവീസ്, പിന്നെ വരുന്നത് വെഹിക്കിൾ. ഒരു കാറിനകത്ത് യു ക്യാൻ പുട്ട് 2 strangers in a tiny vehicle and say a brilliant story. It could also be a ship, it could also be an aeroplane, any vehicle. പിന്നെ വരുന്നത് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ്,
പിന്നെ ഹൗസും ഇതും അല്ലാത്ത കാര്യങ്ങളില്ലേ, ഓഫീസസ്, സ്ട്രീറ്റ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഹ്യൂമൻ മെയ്ഡ് ആണ്, ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെൻറ്റ്സ്. അപ്പോൾ ഈ ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെൻറ്റ്സിനെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഇവർ ഈ സിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇവർ ഇഫ് ദേ ഹാഡ് എ ചോയ്സ് വേർ വുഡ് ദേ ഐഡിയലി ലിവ് ഇൻ എന്ന് നമ്മൾ ആലോചിക്കും. അതിനെ നമ്മൾ ഇവരുടെ എന്താ പറയുക, ഇമോഷണൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയും. ഇവരിപ്പോൾ ആക്ച്വലി ഉള്ള ഒരു ജിയോഗ്രഫിക്കൽ ലാൻഡ്സ്കേപ്പ് ഇസ് എ സിറ്റി. പക്ഷേ where does this person actually belong to? Where does this person actually want to live? In a mountain, or by a sea, in an island, or in a jungle? That's what we call an emotional landscape. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ഇമോഷണൽ ലാൻഡ്സ്കേപ്പ് where we really want to go and live. അപ്പോൾ ആ സ്പേസിനെ നമ്മൾ, അതൊരു നാച്ചുറൽ സ്പേസ് ആയിരിക്കും. ആ സ്പേസിൻ്റെ എന്തെങ്കിലും എലിമെൻ്റ് ഇയാളുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പോൾ ഇയാൾ ഇരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഒരു ബോൺസായി വെച്ചിട്ടുണ്ടാവും. സോ ദാറ്റ് മീൻസ് ദിസ് ഗായ് ഈസ് ഫ്രം ദ ഫോറസ്റ്റ്. ഇയാൾ ഇരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഒരു അക്വേറിയത്തിൽ മീനുകൾ കിടക്കുന്നുണ്ടാവും. ഓ, ദിസ് ഗായ് ഈസ് ഫ്രം ദ ഐലൻഡ്സ്, ദിസ് ഗായ് ബിലോങ്സ് ടു ദ സീ. നോട്ട് നെസസറിലി ഇൻ ദാറ്റ് direct sense, but we make sense of it. അപ്പോൾ നമ്മൾ, you get what I mean, right? അപ്പോൾ നമ്മൾ ഇയാളുടെ ഒരു വേൾഡിനെ ഡീറ്റെയിൽ ചെയ്യാൻ, ഇയാളുടെ ഒരു ഇമോഷണൽ ലാൻഡ്സ്കേപ്പിനെ പിടിക്കാൻ, ഇയാൾ ശരിക്കും ഇയാളുടെ ഒരു ഉള്ളിലുള്ള ലോകങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ബേസിക്കലി നമ്മൾ ഇയാളെ ഒരു 2 ഡയമെൻഷണൽ ക്യാരക്ടറാക്കിയിട്ട്, ഫ്ലാറ്റ് ക്യാരക്ടറാക്കിയിട്ട് മാറ്റാതെ അയാളെ കുറച്ചും കൂടി ആഴമുള്ള 3 ഡയമെൻഷണൽ ക്യാരക്ടറാക്കിയിട്ട് മാറ്റുന്നു. ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. There is this idea of structure. 3-act structure ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രക്ചർ. നിങ്ങൾക്ക് അറിയായിരിക്കും, അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സിൽ അദ്ദേഹം പറയുന്ന 3 ആക്ടുകളിലായിട്ടാണ് ലോകത്തെല്ലാ കഥയും സംഭവിക്കുന്നത് എന്നുള്ളത്. ജോൺ ട്രൂബിനെ പോലുള്ള ചില തിയറിസ്റ്റുകൾ ഈ ഇറ്റ്സ് എ യൂസ്ലെസ് തിയറി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫോർ മെനി പീപ്പിൾ ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ തിയറി. അതായത് എല്ലാ കഥയിലും ഇനവിറ്റബിളി there are 3 acts: the beginning, the middle and an end. ഗോദാർദ് പറയുന്നുണ്ട്, ബട്ട് നോട്ട് നെസസറിലി ഇൻ ദാറ്റ് ഓർഡർ. സോറി, അതെ. അതായത് എന്തായാലും ഏത് കഥക്കും നമ്മൾ എങ്ങനെ പറഞ്ഞാലും ഒരു കഥക്ക് ഒരു തുടക്കവും ഒരു മിഡിലും ഒരു എൻഡും ഉണ്ടാവും. ഈ തുടക്കത്തിലാണ് നമ്മൾ സ്റ്റോറി വേൾഡ് തീരുമാനിക്കുന്നത്. സ്റ്റോറി വേൾഡിനെ എക്സ്പോസ് ചെയ്യും, ഇത് എവിടെയാണ് നടക്കുന്നത്, ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ക്യാരക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് പറയും. ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ആക്ടിൽ ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു നമ്മൾ സെക്കൻഡ് ആക്ടിലേക്ക് വരുമ്പോൾ ആ ഓർഡിനറി വേൾഡിൽ നിന്ന് ക്യാരക്ടർ ഒരു സ്പെഷ്യൽ വേൾഡിലേക്ക് എൻ്റർ ചെയ്യും. ഈ സ്പെഷ്യൽ വേൾഡിൽ കോൺഫ്ലിക്റ്റ് ബിഗിൻ ചെയ്യും. അവിടെ നമ്മൾ ഫസ്റ്റ് പ്ലോട്ട് പോയിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. മോസ്റ്റ് ഓഫ് ദ ടൈംസ് പ്ലോട്ട് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ ഇൻസിഡൻറ്റ് ദാറ്റ് ചേഞ്ചസ് ദ കോഴ്സ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ലൈഫ്. അപ്പോൾ പിന്നെ ഇയാളൊരു കോൺഫ്ലിക്റ്റിലേക്ക്, അല്ലെങ്കിൽ ഇവളൊരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സീരീസ് ഓഫ് കോൺഫ്ലിക്ട്സിലേക്ക് വരുന്നു. അപ്പോൾ ആ കോൺഫ്ലിക്റ്റിനെ നമ്മൾ ഡീപ്പാക്കുന്നു, കോംപ്ലിക്കേറ്റ് ചെയ്യുന്നു, ഇനി ഊരിപ്പോരാൻ പറ്റൂല എന്ന് തോന്നുന്ന വിധത്തിൽ കോംപ്ലെക്സ് ആക്കുന്നു. എന്നിട്ട് ടുവേർഡ്സ് ദ എൻഡ് നമ്മൾ അതിനെ റിസോൾവ് ചെയ്യുന്നതും ലോജിക്കലി ആയിരിക്കണം, കൺവിൻസിങ് ആയിരിക്കണം. റിസോൾവ് ചെയ്യുന്ന ആ ആക്ടിനെ നമ്മൾ എൻഡ് എന്ന് പറയും. റിസോൾവ് ചെയ്യുന്ന സീനിനെ ക്ലൈമാക്സ് എന്ന് പറയും. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ബിഗിനിങ്, മിഡിൽ, എൻഡ്. ഈ മിഡിലാണ് നമ്മുടെ കഥയിൽ ആളുകളെ നമ്മൾ പിടിച്ചിടുക. അപ്പോൾ നമുക്ക് മിഡിലിൽ നിന്ന് പടം തുടങ്ങാം. അപ്പോൾ നമ്മൾ ബിഗിനിങ്ങിനെ നമ്മൾ കംപ്ലീറ്റ്ലി വേണ്ടാന്ന് വെക്കും. അപ്പം വേണ്ടാന്ന് വെക്കുമെങ്കിലും ആ ബിഗിനിങ് അവിടെ ഉണ്ട്. അത് ചിലപ്പോൾ ഇൻഡിറക്റ്റായിട്ട്, സട്ടിലായിട്ട്, ഫ്ലാഷ് ബാക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് വിഷ്വൽ ഫ്ലാഷ് ബാക്ക് ആവണമെന്നില്ല, വെർബൽ ഫ്ലാഷ് ബാക്കും ആവാം, സൂചനകളാവാം. ആളുകളുടെ ഡയലോഗ്സിലൂടെ, കോൺവെർസേഷൻസിലൂടെ നമ്മൾ വിഷ്വൽ ബിൽഡ് ചെയ്തിട്ട് അവർ വിഷ്വൽ സ്ക്രീനിൽ കാണിക്കാതെ തരുന്ന ഫ്ലാഷ് ബാക്സ് ആവാം. അപ്പോൾ നമുക്ക് ഈ 3 ആക്ട് എന്തായാലും ഉണ്ടാവും. ഈ 3 ആക്ടിനെ നമ്മൾ ഒരു തുന്നി ചേർക്കും. അതിൻ്റെ സീക്വൻസുകളെ, അതിൻ്റെ സീനുകളെ തുന്നിച്ചേർക്കും. അതിന് നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഒരു തിയറി ഉപയോഗിക്കും. അതായത് കാര്യകാരണ ബന്ധം വേണം, അല്ലെങ്കിൽ ഒരു പരസ്പര ബന്ധം വേണം, ഒരു പരിണാമഗുപ്തി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഈ ഐഡിയ ആയിട്ട് ബന്ധപ്പെട്ട് ചെക്കോവ്സ് ഗൺ എന്ന് പറയുന്ന
ഒരു തിയറി ഉപയോഗിക്കാറുണ്ട്. ആൻഡൺ ചെക്കോവിൻ്റെ പ്രസിദ്ധമായൊരു പ്രസ്താവനയുണ്ട്. ഇഫ് ദർ ഈസ് എ ഗൺ ഹാങ്ങിങ് ഓൺ ദ വാൾ ഇൻ ദ ഫസ്റ്റ് ആക്ട്, ദെൻ ഇറ്റ് ഷുഡ് ഫയർ ഇൻ ദ തേർഡ് ആക്ട്. അഥവാ ഇതിനെ നമ്മൾ റിവേഴ്സ് ആയിട്ടാണ് മനസ്സിലാക്കുക. തേർഡ് ആക്ടിൽ ക്ലൈമാക്സിൽ ഒരു തോക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ആ ക്ലൈമാക്സിൽ പ്രത്യക്ഷപ്പെട്ടാൽ പോരാ, അത് ഫസ്റ്റ് ആക്ടിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവണം. നമ്മളിങ്ങനെ പേ ഓഫ് എന്നാണ് പറയാം, പേയിങ് ഓഫ് എന്ന് പറയും. ഇത് ഗണ്ണിൻ്റെ കാര്യത്തിൽ ലിറ്ററലി മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് മാക്ബത്തിനെ ബേസ് ചെയ്തിട്ട് ശ്യാമ എഴുതി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത ജോജിയിൽ ആ ഗണ്ണ് വരുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയ ഷോട്ടിൽ നിന്നാണ് ആ പടം തുടങ്ങുന്നത്. ആ ഗണ്ണാണ് അതിൻ്റെ അകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇഫ് വെൻ എ ഹീറോ സ്മോക്സ് എ സിഗാർ, സംടൈംസ് ഇറ്റ്സ് നോട്ട് എ സിഗാർ, സംടൈംസ് ഇറ്റ്സ് എ ബേണിംഗ് ഡിസയർ, സംടൈംസ് ഇറ്റ്സ് ജസ്റ്റ് എ സിഗാർ. അപ്പോൾ ഈ സംടൈംസ് എപ്പോഴാണ് മാറുക നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റോറി ടെല്ലർ ഉപയോഗിക്കുന്ന മോട്ടീവ്സ്, സ്റ്റോറി ടെല്ലർ ഉപയോഗിക്കുന്ന മെറ്റഫേഴ്സ്, ഒരു സ്റ്റോറി ടെല്ലർ ഉപയോഗിക്കുന്ന സിംബൽസ്, ഇതിന് പല അർത്ഥങ്ങളുണ്ടാവും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ സ്റ്റോറി ടെല്ലേഴ്സും അവരുടെ ഒരു ബോഡി ഓഫ് വർക്കിൽ, അവരുടെ ഒരു നിരന്തരമായ പ്രാക്ടീസിൽ, ആർട്ടിസ്റ്റിക് പ്രാക്ടീസിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു സ്റ്റൈലുണ്ട്. യുണീക്കായ ഒരു ലാംഗ്വേജ് അവർ ഡെവലപ്പ് ചെയ്യും, ലോകത്തുള്ള എല്ലാ സ്റ്റോറി ടെല്ലേഴ്സും. ആ ലാംഗ്വേജിൻ്റെ ഭാഗമായിട്ട് ചില തിമാറ്റിക് കണ്ടിന്യൂയിറ്റിയും ചില മെറ്റഫോറിക്കൽ കണ്ടിന്യൂയിറ്റീസും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് അബ്ബാസ് കിയാറോസ്താമിയുടെ സിനിമകളിലുള്ള ഫിലോസഫിക്കൽ കൺസേൺസ് ഏതാണ്ട് എല്ലാ സിനിമകളിലും സിമിലറാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന മെറ്റഫേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിഷ്വൽ മെറ്റഫർ എന്ന് പറയുന്നത് കാറിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് നോക്കുന്ന കഥാപാത്രങ്ങൾ. അബ്ബാസ് കിയാറോസ്താമിയുടെ ഏതാണ്ട് എല്ലാ സിനിമകളിലും ആവർത്തിച്ച് ഈ കാറിൽ നിന്ന് പുറത്തേക്കുള്ള ദീർഘങ്ങളായ നോട്ടങ്ങൾ, ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന നോട്ടങ്ങൾ നമുക്ക് കാണാം. മാജിദ് മജീദിയുടെ സിനിമകളിലെ സ്വർണ്ണ മീനുകൾ, ഗോൾഡ് ഫിഷ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു കഥ പറച്ചിലിന്റെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മെറ്റഫർ.